നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്, നാളെ ഹൈക്കോടതിയിൽ എന്താകും ഇത്യാദി കാര്യങ്ങൾ. ഒപ്പം ഇപ്പോൾ വന്ന വാർത്തയിലേക്ക് പ്രതീഷ് ചാക്കോ എന്ന അഡ്വക്കേറ്റിൻ്റെ ജൂനിയർ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന വാർത്ത കൂടി കൺവേ ചെയ്യുന്നു. എല്ലാ സാംസ്കാരിക സംവിധാനങ്ങളും കണ്ണടയ്ക്കുന്ന പട്ടണമായി സിനിമാ കൊച്ചി മാറുന്നുണ്ടോ? പുറത്തെത്തിയ സിനിമാ കഥയെ വെല്ലുന്ന സംഭവ വികാസങ്ങൾ ഈ വ്യവസായത്തിലെ മഞ്ഞുപാളിയുടെ അറ്റം മാത്രമാണോ? നാളെ ഹൈക്കോടതിയിൽ ദിലീപിനെ കാത്തിരിക്കുന്നതെന്ത്? PC ജോർജിൻ്റെ കത്ത് എന്തെങ്കിലും ജീവനുണ്ടോ? ഇത്യാദി കാര്യങ്ങളാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ശ്രീ PT കുഞ്ഞു മുഹമ്മദ്, PC ജോർജ്, അഡ്വക്കേറ്റ് പ്രിജി കൊല്ലം, ശാന്തിവിള ദിനേശൻ, ജെയിംസ് വടക്കുംചേരി, ഭാസുരേന്ദ്ര ബാബു, ഒപ്പം ഷോൺ ജോർജ് എന്നിവർ നമ്മുടെ ചർച്ചയെ സജീവമാക്കാൻ കൂടും. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ആദ്യം നമുക്ക് നാളെ ദിലീപിന് ഹൈക്കോടതിയിൽ എന്താകും കാത്തിരിക്കുന്നത് എന്നറിയാൻ ഒരു പക്ഷേ പ്രേക്ഷകർക്കൊപ്പം നമുക്കുമൊക്കെ ആകാംക്ഷയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം അഡ്വക്കേറ്റിലേക്ക് തന്നെ പോകാം. ശ്രീ അഡ്വക്കേറ്റ് പ്രിജി കൊല്ലം. അഡ്വക്കേറ്റ് പ്രിജി, ഈ കേസിൻ്റെ ഒരു നാൾ വഴികൾ, കേസ് ഡയറിയൊക്കെ എടുത്തിട്ടാണ്, കേസ് ഡയറി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ കേസിൻ്റെ നാൾ വഴി എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു നാൾ വഴിയൊക്കെ എടുത്തിട്ടാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിട്ടോളൂ എന്ന് പറഞ്ഞത്, വീണ്ടും കസ്റ്റഡിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ അഡ്വക്കേറ്റ് രാംകുമാർ വന്ന് പറഞ്ഞത് ഒരു പാരഗ്രാഫേ ഉണ്ടായിരുന്നുള്ളൂ, വലിയതായിട്ട് പരിശോധിച്ചൊന്നുമില്ല, കുറ്റത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് കിടന്നോട്ടെ എന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞു. പക്ഷേ നാളെ ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ്. എന്താകും ഈ കേസിൻ്റെ പരിശോധനയിൽ നമുക്ക് നിരീക്ഷിക്കാനാകും? നാളെ ഇപ്പോൾ ഹൈക്കോടതിയിൽ രാംകുമാർ സാർ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുകയായിരിക്കും ചെയ്യുക. ഒരുപക്ഷെ ടുഡേ ആയിട്ട് ഫയൽ ചെയ്താൽ പോലും ഈ കേസ് നാളെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാളെ തിങ്കളിലും ചൊവ്വയ്ക്കും ഇന്ന് തന്നെ എടുക്കണം, അങ്ങനെ അത് ടുഡേ ആയിട്ട് ഫയൽ ചെയ്താലും അതിൻ്റെ ഈ CD ഫയലൊക്കെ വരുത്തുന്നതിന് വേണ്ടി പോലീസിന് സമയം കൊടുക്കും. അപ്പോൾ നാളെ തന്നെ ഈ ജാമ്യാപേക്ഷ കോടതി കേൾക്കാൻ വേണ്ടി പോകുന്നില്ല. നാളെ ആ CD ഫയലൊക്കെ വന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ ആർഗ്യുമെൻറ്റ് നടക്കൂ. മിക്കവാറും അതൊരു 3-4 ദിവസമെങ്കിലും കഴിഞ്ഞ് ഇതിനകത്ത് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ആ ബെയിൽ ആപ്ലിക്കേഷനകത്ത് സാങ്കേതികമായി ഉണ്ടാകാൻ തരമുള്ളൂ. സാധാരണഗതിയിൽ ഫയൽ ചെയ്യപ്പെടുന്ന ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ദിലീപിനും ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കോടതിയുടെ മുമ്പിൽ പ്രത്യേകതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫയൽ ചെയ്യപ്പെടുന്ന ബെയിൽ ആപ്ലിക്കേഷൻ 3-4 ദിവസത്തിന് ശേഷം CD ഫയൽ വന്നതിന് ശേഷം അതിൻ്റെ ആർഗ്യുമെൻറ്റിന് വേണ്ടി മാറ്റുമായിരിക്കും. അതാണ് നാളെ നടക്കാൻ പോകുന്നത്. തുടർന്ന് ഉള്ള നീക്കങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. രാംകുമാർ സാർ ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ കാര്യം പറഞ്ഞത്, ജില്ലാ സെന്ററുകളിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകൻ എന്നുള്ള നിലയിൽ സാറ് പറഞ്ഞത് കുറച്ച് ശരിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയേറെ സെൻസേഷണലായിട്ടുള്ളൊരു സെഷൻസ് ഒഫൻസിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രതിയുടെ ബെയിൽ ആപ്ലിക്കേഷൻ ഒരു മജിസ്ട്രേറ്റ് പോസിറ്റീവായി കൺസിഡർ ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ല. അത് പിന്നെ എക്സ്ക്ലൂസീവ്ലി ട്രയബിൾ ബൈ സെഷൻസ് എന്നുള്ള നിലയിൽ തന്നെ ആയിരിക്കും തള്ളിയിട്ടുണ്ടാകുക. അപ്പോൾ ഇത് ദിലീപല്ല, മറ്റൊരു പ്രതി ആയിരുന്നെങ്കിലും സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റ് ഇത്തരത്തിലുള്ളൊരു ഒഫൻസിനകത്ത് അധികാരം ഇൻവോക്ക് ചെയ്ത് ഇത്രയും പെട്ടെന്ന് ബെയിൽ കൊടുക്കാനുള്ള സാധ്യത. അതായത് പ്രിജി വക്കീലെ, അതായത് വലിയൊരു കാര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തെത്തുന്ന പല വിധത്തിലുള്ള നിറം പിടിപ്പിച്ച കഥകൾ. ഒരുപക്ഷെ സ്റ്റാർ ഇതിനകത്ത് ഉൾപ്പെട്ടതുകൊണ്ടാകാം. അതിൻ്റെ ആധികാരികത പലതും പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യാഥാർത്ഥ്യമുണ്ട്, അറസ്റ്റോടുകൂടി ആ യാഥാർത്ഥ്യം സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ഒരിക്കലുമില്ല, അറസ്റ്റോടുകൂടി യാഥാർത്ഥ്യം സ്ഥിരീകരിക്കപ്പെട്ടില്ല. എന്തുകൊണ്ട്? അത് കുറ്റവിചാരണയ്ക്ക് ശേഷം ശിക്ഷിക്കപ്പെടുമ്പോഴേ ആ യാഥാർത്ഥ്യം സ്ഥിരീകരിക്കും. അല്ല, ഞാൻ പറഞ്ഞത് കുറ്റവാളിയാണോ എന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന നിയമ സംവിധാനത്തിൻ്റെ നീക്കമല്ല. ഈ പുറത്തെത്തുന്ന കഥയുമായി ബന്ധപ്പെട്ട് ദിലീപിന് എന്തൊക്കെയോ ചില കണക്ഷൻസ് ഉണ്ട് എന്ന് ബോധ്യമാക്കുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ കേസ് ഡയറിയും പരിശോധിച്ചതിന് ശേഷം ഈ അറസ്റ്റിനെ സ്ഥിരീകരിക്കുന്ന നടപടികൾ കോടതിയിൽ നിന്നുണ്ടായത്. അല്ലെങ്കിൽ ദിലീപിന് ജാമ്യം കിട്ടിയത് അപ്പോൾ ഒട്ടും ഫേക്കാണ്, ഇത് ഒരു നിലയില്ല എന്ന് പറയുന്നതിനെയാണ് ഞാൻ 376 ഒക്കെ ഉൾപ്പെട്ട് വരുന്ന, അതും ബ്രൂട്ടലായിട്ടുള്ളൊരു 376 ഉൾപ്പെട്ട് വരുന്ന ഒരു കേസിൽ 120B കൂടെ ഉള്ള ഒരു കേസിനകത്ത് ഇപ്പോൾ താരമൂല്യമുള്ള ദിലീപ് അല്ലായിരുന്നു പ്രതിയെങ്കിൽ പോലും മജിസ്ട്രേറ്റിന് ഇത് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഒരു മജിസ്ട്രേറ്റും കേരളത്തിലിരിക്കുന്ന ഒരു മജിസ്ട്രേറ്റും ഒരു 376 കേസിനകത്ത്, ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു 376 കേസിനകത്ത് കുറ്റം ആരോപിക്കപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ കസ്റ്റഡി കഴിഞ്ഞ ഉടൻ തന്നെ, മാത്രമല്ല പോലീസ് കുറേയേറെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇനി ദിലീപിനെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് തന്നെ ബാക്കി പല ആളുകളെയും ചോദ്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അതുപോലെ പല കാര്യങ്ങളും കണ്ടെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ തന്നെ പറയുന്ന സാഹചര്യത്തിൽ ഒരു മജിസ്ട്രേറ്റും ഇപ്പോൾ ആ അധികാരം ഇൻവോക്ക് ചെയ്തൊരു ജാമ്യം കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായും അത്ര മാത്രമേ ഉള്ളൂ. അതൊരു സാങ്കേതിക പ്രശ്നമാണ്. അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞ വാദം തന്നെയാണ്. ഇപ്പോൾ അത് PC ജോർജ് നമ്മോടൊപ്പമുണ്ട്. ശ്രീ PC ജോർജ്, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അതായത് ഇന്ന് താങ്കൾ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് നൽകി.
അതിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നു. എറണാകുളത്ത് സിനിമാ നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ജയിലിൽ കഴിയുന്ന പൾസർ സുനി എന്ന മുഖ്യപ്രതി ജയിലിൽ നിന്നും അയച്ച കത്ത് വാർത്താമാധ്യമങ്ങളിലും പൊതുസമൂഹങ്ങളിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. ജയിൽ വകുപ്പിന്റെ മുദ്ര പതിഞ്ഞ കത്തിന്റെ കോപ്പി നവമാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതാണോ അതോ ഈ സൂപ്രണ്ടിന്റെ ചില ഗൂഢാലോചന തെളിയിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാണോ താങ്കൾ കത്ത് കൊടുത്തത്? ആ സൂപ്രണ്ടിന്റെ നടപടി തെറ്റാണല്ലോ. എന്താണ്? പൾസർ സുനിയെ കൊള്ളക്കാരൻ മൊബൈൽ ഫോണിൽ അല്ല ജയിലിനകത്ത് നിന്ന് മൊബൈലിൽ സംസാരിക്കുന്നു. അവന്റെ ഒരു കത്ത് പുറത്തു പോകുന്നു. ആ കത്തിൽ സൂപ്രണ്ട് ശ്രീല് അതിനകത്ത് ശ്രീല് ഇതുപോലെ ഒരു വ്യക്തിയോട് പണം ചോദിക്കാൻ വേണ്ടി ഒരു മോശപ്പെട്ട ഒരു കത്ത് വായിച്ചു നോക്കാതെ എങ്ങനെ ഈ സൂപ്രണ്ട് ഒപ്പിടുന്നേ, ആ സൂപ്രണ്ട് സീൽ ചെയ്യുന്നേ? അപ്പൊ അങ്ങനെ കത്ത് കൊടുക്കാൻ പാടില്ലല്ലോ. ഒരു കത്ത് ജയിലിൽ കിടക്കുന്നവൻ പുറത്തു കൊടുക്കണമെങ്കിൽ സൂപ്രണ്ട് അത് പരിശോധിക്കണം. ഇങ്ങനെ കുഴപ്പങ്ങളുള്ള ഒരു കത്താണ് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇയാൾ എങ്ങനെ കത്ത് കൊടുത്തു? ആ കത്ത് കൊടുത്തു അതിനകത്ത് സൂപ്രണ്ട് സസ്പെൻഡ് ചെയ്യപ്പെടണ്ടേ, അന്വേഷണം നടത്തണ്ടേ? അതാണ് ഞാൻ ഗവൺമെന്റിനോട് മുഖ്യമന്ത്രിയോട് കത്തിലൂടെ ആവശ്യപ്പെടും. ഇന്നല്ല കത്ത് കൊടുത്തേ, ഒരു മാസം മുമ്പാണ് ഞാൻ ഈ കത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് കാര്യമുള്ള ഒരു നന്ദി തോന്നി. ഇപ്പൊ സംസാരിച്ച ഒരു പ്രമുഖനായ വക്കീലാണെന്ന് ഞാൻ കരുതുന്നു. ആരാന്ന് എനിക്ക് അറിയില്ല. കൊല്ലം ഇവരൊരു വക്കീലാണ് സംസാരിച്ചത്. ഇതുപോലെ കേരളത്തിൽ ഏതെങ്കിലും ചാനലുകാരൻ ചെയ്തോ? 336 മറ്റും ചാർജ് ചെയ്യപ്പെട്ട് ആരോപിക്കപ്പെട്ടിരുന്ന ഒരു പ്രതിയായിട്ടാണല്ലോ ജയിലിൽ കൊണ്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നത്. മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കാൻ കഴിയില്ല. അതിന് ഇന്നലെ ഒരു ചാനലുകാരൻ ചോദിക്കുക, ഞാൻ ജാമ്യം കൊടുക്കാൻ നിയമമില്ലെന്ന്. ഇങ്ങനെ പറയാ ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷൻ പോലീസ് ഹാജരാക്കിയത് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ജാമ്യം തള്ളുമെന്നുള്ള വസ്തുത PC എന്ന മടി പറയാൻ. എന്താ ഞാൻ മറുപടി പറയുന്നേ? ശ്രീ PC ജോർജ്, അതിന് ചാനലുകളെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയേറെ വലിയൊരു കഥ വരുന്നു, പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ചാനലുകൾ ഒരു മാധ്യമ ധർമ്മമല്ലേ അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത്? അല്ലല്ല, ജനങ്ങളെ അറിയിക്കുന്ന സത്യം അറിയിക്കാനുള്ള ധർമ്മമുണ്ട് നിങ്ങൾക്ക്. ഇപ്പം കൈരളി ചെയ്തല്ലോ, വിവരമുള്ള വക്കീലിനെ കൂടെ പറയിച്ചില്ലേ? ഇതൊക്കെ എന്താണ് പഠിക്കണം. അല്ല ഹൈക്കോടതി അതുപോട്ടെ, നമുക്ക് ഇവിടേക്ക് എത്താം. അതായത് താങ്കളുടെ കത്ത്, താങ്കൾ സാധാരണഗതിയിൽ ഓരോ സംഭവ വികാസങ്ങളെ വളരെ മർമ്മത്ത് പിടിക്കുന്ന ആളാണ്. ഈ കത്തിൽ താങ്കൾ പറയുന്ന അല്ല ഉദ്ദേശം. ഞാനൊരു ഡിബേറ്റിന് വേണ്ടി വാദം മുമ്പോട്ട് വെക്കുകയാണ്. അതായത് ഈ കത്ത് ദിലീപിന്റെ ഗൂഢാലോചന മനസ്സിലാക്കാൻ വേണ്ടി പോലീസ് ആസൂത്രണം ചെയ്ത് പുറത്തുവിട്ടതാണ് ഈ ഫോൺ ചെയ്യലും കത്തും എന്നൊരു ആരോപണവും വാക്കുകളും പറച്ചിലും ഉണ്ടല്ലോ. അത് പുറത്തെത്തിക്കാനുള്ള താങ്കളുടെ കുതന്ത്രമാണെന്ന് ഞാൻ വാദിക്കുകയാണ്. താങ്കൾ സമർത്ഥിക്കാമോ അതിനെതിരെ? ഞാൻ പറയാം. ആ സമയത്ത് ഞാൻ ഈ കത്ത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആരോപണമൊന്നും ഇല്ല. ദിലീപിന്റെ പേര് പോലും ഇല്ല. അതൊന്നും എനിക്കങ്ങനെ ചിന്തയില്ല. ഞാൻ കാണുന്ന ഇവൻ ഈ പൾസർ സുനി എന്ന് പറഞ്ഞൊരു കൊള്ളക്കാരൻ, ഒരു സഹോദരി, നമ്മുടെ ഒരു അനിയത്തിയല്ലേ, കൊച്ചനിയത്തി, ഒരു സിനിമ നടിയല്ലേ, അതിനോട് ഇത്ര മോശമായി പെരുമാറി, ബ്രൂട്ടലായി പെരുമാറി, വൃത്തികെട്ടവൻ. അവന് കത്ത് പുറത്തു കൊടുക്കാൻ ആരോടൊക്കെ ആർക്കാന്നറിയില്ല. അന്നേരം ഇദ്ദേഹം വൃത്തികെട്ട രീതിയിൽ ഒരു കത്ത് പുറത്തു കൊടുക്കാൻ സൂപ്രണ്ട് അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തൊരു മര്യാദകട. ആ സൂപ്രണ്ട് ഡിപ്പാർട്ട്മെന്റ് വെച്ചോണ്ടിരിക്കാമോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അന്നിത് വന്ന ഘട്ടത്തിൽ സൂപ്രണ്ടിന്റേതായ വിശദീകരണങ്ങളൊക്കെ പുറത്തു വന്നതായി വായിച്ചിരുന്നു. അതായത് അദ്ദേഹം ഇല്ലാതിരുന്ന സമയത്ത് ആരോ ഇത് സീൽ വെച്ച ഒരു പേപ്പർ പൾസർ സുനിക്ക് കൊടുത്തതാണെന്നോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ അവ്യക്തമായ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ശ്രീ PC ജോർജ്, അതുകൊണ്ടാണ് അന്വേഷിക്കാൻ ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് പുറത്തു വരണ്ടേ, ജനം അറിയണ്ടേ. അതല്ലാതെ എനിക്കതിനകത്ത് എനിക്ക് എന്ത് ഇൻട്രസ്റ്റ് ആദ്യം മനസ്സിലാക്കും. എനിക്ക് കേട്ടോ, എനിക്കിപ്പോ ദിലീപെന്നോ PC പറയുന്നോ പിണറായി വിജയനോ ഇല്ലെന്ന് എന്റെ മനസാക്ഷിക്ക് ശരി തോന്നിയ ഒരു കാര്യം അതിപ്പോ വക്കീല് പറഞ്ഞ മനസ്സിലാക്കി. ശ്രീ PC, അതായത് ഇവിടെ നിന്ന് ഭാസുരേന്ദ്ര ബാബു പറയുന്നു PC ജോർജ് പ്രമുഖനായ രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ഒരു നടൻ കൂടിയാണ്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അതൊക്കെ ഒരു തമാശ അദ്ദേഹം എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു തമാശ, അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള തമാശ. ഞാനും ഭാസുരേന്ദ്രനും ജ്യേഷ്ഠ സഹോദരനാണ്. നമ്മളെ ഈ രാഷ്ട്രീയത്തിനപ്പുറത്ത് മനുഷ്യ സമൂഹത്തെ കാണണം. സിനിമാ നടന്മാരും നടിമാരും എന്ന് പറയുന്നത് ലോല ഹൃദയരാണ് ഞാൻ എപ്പോഴും പറയും. കാരണം അവര് കലാകാരന്മാരാണ്. ഈ കലാകാരന്മാർക്ക് പെർവേർഷനും ഉണ്ടെന്ന്. അവിടെ നടന്നില്ല, ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ നമ്മൾ പറയുന്നതിനകത്ത് നീതി വേണം, നമ്മൾ ചെയ്യുന്നതിനകത്ത് ശരി വേണം, അത്രേ ഉള്ളൂ. കേരളത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികേടും ചെയ്യുന്നവരാണെന്ന്
തെളിയിക്കുന്ന ചരിത്രം 94-ലുണ്ട്. അപ്പൊ അങ്ങനെ അതെ അങ്ങനെയാണെങ്കിൽ ഈ ഹൈക്കോടതിയിൽ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വരുന്ന ജാമ്യ അപേക്ഷയുണ്ടല്ലോ, നാളെ വരും. അത് ഈ പ്രിജി വക്കീൽ പറയുന്ന പ്രകാരം 2-3 ദിവസം കഴിയും അത് പരിഗണിച്ചെത്താൻ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലീസിന്റെ ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണെങ്കിൽ അത് കോടതി ചോദിക്കുമല്ലോ പോലീസിനോട്. പോലീസ് കോടതി ചോദിക്കും, സംശയമല്ലോ. പ്രശ്നം അവിടെയല്ല. ഇതുപോലെയുള്ള കുറ്റം ചുമത്തപ്പെട്ട പ്രതികൾക്ക് മിനിമം 50 ദിവസമെങ്കിലും റിമാൻഡ് ചെയ്യപ്പെടാതെ ജാമ്യം കൊടുക്കാറില്ല ഹൈക്കോടതി പോലും. മനസ്സിലായില്ലേ? ഇത് സിനിമാ നടൻ എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലാണ്, കോടതിയുടെ മുമ്പിൽ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ സിനിമാ നടനും MLA-യും മന്ത്രിയും ഒന്നുമില്ല. നിയമത്തിന്റെ വഴിക്ക് അവര് നിയമമാണ് നോക്കുന്നത്. ആ നിയമം നോക്കുമ്പോ ഇങ്ങനെ ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ആളെ ഉടനെ ജാമ്യത്തിൽ വിടാൻ കഴിയില്ല. ആ ഒരു പ്രശ്നമുണ്ട്. നമ്മളത് മനസ്സിലാക്കണ്ട. അല്ലാതെ കുറ്റം ചെയ്തു എന്ന് തെളിവല്ലത്. അതായത് നമ്മുടെ പത്രങ്ങൾ എഴുതുന്നത് 20 കൊല്ലം തടവുറപ്പ്. ഒരു പത്ര ഹെഡിങ്, ബാനർ ഹെഡിങ്, ഒരു പ്രമുഖ പത്രത്തിൽ എനിക്ക് ചിരി വന്നു. ഇത് 94 നമ്പിനാരായണനെ പറ്റി എഴുതുന്ന തൂക്ക് കയർ ഉറപ്പ്, കയർ ഉറപ്പ് പോലെ കയർ കിട്ടിയോ? അങ്ങനെ നിരപരാധി അതിന് ഇറങ്ങി വന്നു. സുപ്രീം കോടതി വെച്ച് 1 കോടി രൂപ നഷ്ടം കൊടുക്കാൻ. അതൊക്കെ നമ്മൾ മറക്കരുത്. തീർച്ചയായും ശ്രീ PC ജോർജ് പറഞ്ഞതിൽ ഒരുപാട് കാര്യമുണ്ട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് ചാരക്കഥ അടക്കമുള്ള കാര്യങ്ങൾ തെളിവായി മുമ്പോട്ട് വെക്കുകയാണ്. പിന്നെ വർഗീസ് വെടിവേറ്റ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രം പോലും ചുവപ്പാണെന്ന് എഴുതിയ പത്രങ്ങൾ പിന്നീട് വർഗീസിന് വേണ്ടി കണ്ണീര് ഒഴുക്കിയത്, പ്രത്യേകിച്ചൊരു നക്സൽ അല്ലെങ്കിൽ അത്തരം പാരമ്പര്യം രാഷ്ട്രീയമായി മുമ്പ് താങ്കൾക്കുള്ളത് കൊണ്ടാണ് അത് കൂടി ഓർമ്മിച്ചത്. ഇങ്ങനെ ഒരുപാട് കഥകൾ ഉള്ളത് കൊണ്ട് അത്തരം ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പര്യാപ്തമാണോ ദിലീപ് എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. അല്ല, അതിനകത്ത് PC ജോർജ് MLA ആണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം അധികാരത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു വിസിൽ ബ്ലോവറിൻ്റെ ഒരു ഫങ്ഷൻ അദ്ദേഹം വഹിക്കുന്നുണ്ട്. ചില ഹിതകരമല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളാണ്. അത്തരം ആൾക്കാരും രാഷ്ട്രീയത്തിൽ വേണമല്ലോ. ആ അർത്ഥത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. താനും പലർക്കും പറയാൻ മടിയുള്ള കാര്യം അദ്ദേഹം പറയും. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അദ്ദേഹം ഇവിടെ പറഞ്ഞ 2 കാര്യങ്ങളും തെറ്റാണ്. കാരണം ഒന്ന്, ജയിലിൽ കിടന്ന അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ജയിലിൽ നമ്മൾ അവിടെ പോയി തടവുകാരനായാൽ നമുക്ക് ആവശ്യമുള്ള പേപ്പർ ആവശ്യമുണ്ട്. കോടതിക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കണം, ജയിൽ ഉദ്യോഗസ്ഥനാണ് സൂപ്രണ്ടിന് റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും അയക്കണമെങ്കിൽ സൂപ്രണ്ട് വഴി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളത് ആവശ്യപ്പെടണം. അത് അയക്കുന്നതിന് 2-3 ഷീറ്റ് പേപ്പർ. അപ്പോൾ ജയിലിൻ്റെ മുദ്ര വെച്ച പേപ്പർ തരും. അത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ടെന്നോ ശ്രദ്ധിക്കാറില്ല ആരും. സാധാരണഗതിയിൽ തടവുകാരൻ്റെ അവകാശമാണ് നമുക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കണം, കത്തയക്കണം. ഇതിനൊക്കെ കത്തയക്കാൻ അവർ ഇല്ലെൻ്റെ കാർഡൊക്കെ തരുള്ളൂ. പേപ്പർ ചോദിച്ചാൽ തരുമ്പോൾ അതിൽ സീല് വെച്ചാണ് തരിക. ഇത് തന്നെയാണ് പൾസറും തീരുമാനിച്ചിരിക്കുന്നത്. ജയിലിൽ നിന്ന് അയച്ചതാണ് ഇതെന്ന് തെളിയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനം സീല് വെച്ചത് വാങ്ങുക എന്നതാണ്. അതാണ് പഠിച്ച കളറാണ് അയാൾ. സീല് വെച്ച് വാങ്ങി, അയാൾ ജയിലിലാണെന്ന് കൃത്യമായല്ലോ. സീല് വെച്ച ഒരു പേപ്പർ വാങ്ങുന്നു, 2 പേപ്പർ വാങ്ങുന്നു. അയാൾ ഇതൊക്കെ എഴുതി ചേർക്കുന്നു. എഴുതി ചേർത്തതിന് ശേഷം അയാൾ പുറത്തേക്ക് കൊടുത്തയക്കുന്നത് ഒരു സംശയവും വേണ്ട PC, അതേതെങ്കിലും ഒരു വാർഡൻ വഴിയായിരിക്കും പുറത്തെത്തിക്കുന്നത്. അല്ലാതെ ഒരു തടവുകാരൻ. അതായത് നിയമവിധേയമല്ലാത്ത ഇതുപോലെ മോശകരമായ കാര്യങ്ങൾ എഴുതിയ ഒരു കത്ത് ഒരു കാരണവശാലും പുറത്തേക്ക് കൊടുക്കാൻ അനുവദിക്കാൻ കഴിയില്ല. അത് എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ PC പറഞ്ഞത് അതായത് ശരിയായ വഴിയിലല്ല പോയത്. അങ്ങനെയെങ്കിൽ അത് സ്വാഭാവികമായ ചില കള്ളത്തരത്തിന്റെ ഭാഗമായും പോവാം, ഗൂഢാലോചനയുടെ ഭാഗമായും പോവാം. ആ സാധ്യതയാണ് അന്വേഷിക്കണം. പേപ്പർ കിട്ടും, ശരിയായ രീതിയിൽ തന്നെ കിട്ടും. ആ പേപ്പർ എഴുതിയതിനു ശേഷം കൊടുത്തയക്കുന്ന ഒരു വാർഡൻ വഴിയായിരിക്കും പുറത്തെത്തിക്കുന്നത്. അതല്ലാതെ ഒരിക്കലും ഒരു തടവുകാരൻ വഴി പുറത്ത് പോകൂല. വലിയ പേപ്പറാ, ഒരു വാർഡൻ വഴിയായിരിക്കും ഈ ചർച്ച പോകുന്നതെങ്കിൽ ആദ്യം നടപടി സ്വീകരിക്കേണ്ടത് ആ വാർഡനെതിരെയല്ലേ? കഴിയില്ല. അപ്പൊ ആ വാർഡനെ എന്തുകൊണ്ട് കണ്ടുപിടിക്കുന്നില്ല? അവിടെ തൊട്ട് ഈ അന്വേഷണം തുടങ്ങണ്ടേ? അവിടാണ് പറഞ്ഞതിന്റെ പ്രസക്തി. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നെങ്കിൽ ഇത്രയും വലിയൊരു സെൻസേഷണൽ കേസിനകത്ത് ഇത്രയും വലിയ ഒരു സിനിമാ നടനെ ഇങ്ങനെ കൊട്ടിഘോഷിച്ച് കൊണ്ടു നടക്കുമ്പോ തീർച്ചയായും ഈ കത്ത് വന്ന വഴിയെക്കുറിച്ചല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത്. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെയാണ് ഈ കത്ത് വന്നതെങ്കിൽ ആദ്യം ഈ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കേണ്ടത് ആ വാർഡനെയല്ലേ? ഇന്ന് ഇതേവരെ കണ്ടുപിടിച്ചില്ലല്ലോ. അപ്പൊ നമ്മൾ ഊഹിക്കേണ്ടത് ഇത് ത്രൂ പ്രോപ്പർ ചാനലിൽ തന്നെയാണ് ഈ കത്ത് പുറത്തു വന്നത്. അങ്ങനെ ത്രൂ പ്രോപ്പർ ചാനലിൽ പുറത്തു വന്നാൽ
തീർച്ചയായും ആ വാർഡൻ ഇത് കണ്ടിരിക്കണം. ആ വാർഡൻ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ലെന്ന് ആ വാർഡനോട് ചോദിക്കണ്ടേ? അതല്ല സാറ് പറയുന്നത് പോലെ ഈ സൂപ്രണ്ട് അറിയാതെ വാർഡനാണ് പുറത്തു കൊണ്ടുപോയതെങ്കിൽ ആ വാർഡൻ ഒരു മെമ്മോ കൊടുക്കണ്ടേ? ആ നടപടികൾ നടന്നിട്ടുണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചു, പരിശോധിക്കപ്പെടണ്ടേ നമ്മുടെ നാട്ടിൽ? നിയമ സംവിധാനമുള്ള ഒരു നാടല്ലേ ഇത്? പ്രജി വക്കീല് പറഞ്ഞിരിക്കുന്നത് ശരിയും അദ്ദേഹത്തിന്റെ ധാർമ്മിക രോഷവുമാണ്. ധാർമ്മിക രോഷമല്ല, നടക്കുന്ന കാര്യം ഇത് ധാർമ്മിക രോഷമല്ല, ഞാൻ പറഞ്ഞ നിയമമാണ്. ഞാൻ ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധിപ്പിച്ച് ധാരാളം പത്രങ്ങൾ എഴുതിയതിനൊക്കെ ജയിലിൽ കിടക്കുന്ന ആളുമായിട്ട് രഹസ്യ ഫോണിൽ സംസാരിച്ചില്ലേ പുറത്ത് ചാനലുള്ളവർ? എങ്ങനെ സംസാരിച്ചു? ഫോൺ പോലും അകത്ത് എത്തിക്കൂടല്ലോ. അതേമാതിരി ഓരോ സാധനം ഈ പൾസറിന് എങ്ങനെയാണ് ഫോൺ കിട്ടിയത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ചെരുപ്പിനകത്ത് ഫോൺ വെച്ച് പോകാൻ പറ്റുമെന്ന്? അത് നടന്നാൽ തന്നെ തീർന്നില്ല ആ ഫോൺ. അത്ര വളരെ സോഫിസ്റ്റിക്കേറ്റഡ് മെക്കാനിസമാണ് സെൽഫോൺ എന്ന് പറയുന്നത്. അത് ഒരു വാർഡൻ വഴി അകത്ത് എത്തിക്കുന്നതാണ്. അത് എന്നും ഞാൻ ഒരു വ്യാപാര നിരതമാണ് ജയിൽ. ഡോസ്റ്റോവ്സ്കി പറഞ്ഞതുമാതിരി ദരിദ്രമെന്ന് പുറത്ത് തോന്നുമെങ്കിലും വ്യാപാര നിരതമാണ് ജയിൽ. വക്കീലിനറിയാത്തതുകൊണ്ടാ വക്കീലിടയ്ക്ക് പോയാൽ മതി, അതങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എന്തും കടത്താം, എന്നും പുറത്തേക്കും വിടാം. ശ്രീ പി സി, അതായത് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. ഈ നിയമവും നിയമപ്രശ്നവും ഒക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒന്ന് നോക്കിയാൽ നമുക്ക് കേസിനെയും അതിന്റെ ഗൂഢാലോചനയും ഒരു പെൺകുട്ടിക്ക് നിഷേധിക്കപ്പെട്ട നീതിയും ഒന്നും കണ്ടെത്താനാവില്ല. അതുകൊണ്ട് ഈ രീതിയിലൊന്ന് പോകട്ടെ, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. ഇതിന്റെ കള്ളം എന്തെങ്കിലും രീതിയിൽ ഗൂഢാലോചന ദിലീപിനുണ്ടെങ്കിൽ പുറത്തെത്തട്ടെ എന്ന് കരുതിയതായിക്കൂടെ ശ്രീ പി സി? താങ്കളൊരു പൊതുപ്രവർത്തകനും എല്ലാ മുന്നണികൾക്കും അതീതമായി ജയിച്ചു എന്നാണ്. പൊതുപ്രവർത്തകനായോണ്ടാണ് ഈ വിഷയത്തിൽ ഒരു കേസ് അന്വേഷണത്തിൽ ഇത് ഒരു പെൺകുട്ടി അപമാനിക്കപ്പെട്ട സംഭവമാണ്. ആ പെൺകുട്ടിയുടെ സ്വഭാവം അന്വേഷിക്കുന്നത് പോലും തെറ്റാണ്. മനസ്സിലായില്ലേ? നമ്മളൊരു സഹോദരി അവരാക്രമിക്കപ്പെട്ടിരിക്കുന്നു. അതും ഒരു മാനസിക രോഗി പോലും ചെയ്യാൻ മടിക്കുന്ന വൃത്തികെട്ട രീതിയിലുള്ള പരിപാടികൾ. അതിനെപ്പറ്റി അന്വേഷിക്കണ്ടേ? നമ്മൾ അന്വേഷിക്കുമ്പോ ഇവന്റെ മുൻകാല ചരിത്രം നോക്കണ്ടേ? ഈ പൾസർ സുനിയുടെ എന്റെ അറിവ് ശരിയാണെങ്കിൽ നേരത്തെ 2 സിനിമാ നടിമാരോട് ഇതുപോലെ വൃത്തികെട്ട നടപടി നടത്തി അവൻ ഓരോ കോടി രൂപ വാങ്ങിയിട്ടുണ്ട്. ഇത് ദൃശ്യം കാണിച്ച് അവ സിനിമാ ലോകം അറിഞ്ഞില്ലേ? എന്നിട്ട് പിന്നെ ഇവനെ ഒരു സിനിമാക്കാരനെ ഡ്രൈവറായിട്ട് വെച്ചുകൊണ്ടിരുന്ന എന്തിനാ? ഇവനെ എന്തിന് സിനിമ ലൊക്കേഷനിൽ പിന്നെ കയറ്റി? അതൊന്ന് അന്വേഷിക്കണ്ടേ? അതായത് ദിലീപ് മാത്രമാണോ അങ്ങനെ കുറ്റക്കാരൻ? അങ്ങനെയാണെങ്കിൽ അതേപ്പറ്റി ചർച്ച ചെയ്യാത്തത്? അല്ല, ലുക്കൌട്ട് നോട്ടീസ് നൽകപ്പെട്ട് ഒരു കുരുമുളക് സ്പ്രേ എറിഞ്ഞ് അതിനുശേഷം അയാളെ ഒരു പോലീസും പിടിച്ചില്ലല്ലോ. 2014 സർക്കാരുകൾ മാറി വന്നു. അതിലേക്കാണ് ഞാൻ വരുന്നത്. ലുക്കൌട്ട് നോട്ടീസ് പോലുള്ള ഒരു കൊള്ളക്കാരനെ കഴിഞ്ഞ 2 വർഷമായി കേരളത്തിൽ വീണ്ടും സിനിമാ നടിമാരെ ആക്രമിക്കുന്ന അവസരം ഉണ്ടാക്കാൻ കടന്നു കിട്ടുമെന്ന് പറഞ്ഞാൽ കേരള പോലീസ് എന്തിനു പണി കൊണ്ട് നടക്കുന്നത്? അത് അന്വേഷിക്കാത്ത എന്താണ്? ഈ ഗവൺമെന്റിന് ബാധ്യതയില്ലേ? ഞാൻ എന്റെ ചോദ്യം അത് തന്നെയാ. അതിന് ഉത്തരം പറഞ്ഞ് സുരേന്ദ്രബാബുവിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഇവിടെ കേട്ടോ കൈരളി ആണെങ്കിലും ഉള്ളത് പറയട്ടെ. ഇത് മരിച്ചത് പകർച്ചപ്പനി 8, ഇന്നലെ മരിച്ചത് 15, മിനിങ്ങാണ്ട് 16. ഇങ്ങനെ ഓരോ ദിവസം മരിച്ചു വീഴുക മനുഷ്യൻ. ഇതൊന്നും നോക്കാൻ ഇവിടെ ആളില്ല. ഇതിന് വലിയ മാനങ്ങളുണ്ട്. കാരണം ഇത്രയേറെ വ്യവസായം, ഇത്രയേറെ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു സാംസ്കാരിക ഇടം കൂടിയായ സിനിമ ഇങ്ങനെ അധപ്പതിക്കുന്നതിൽ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ മറ്റൊരു ചൂണ്ടിക്കാണിക്കുന്നത് ശരിയല്ല. ശ്രീ പി സി, ദയവായി തുടരൂ. പി സി വരാം. അതായത് ശ്രീ ശാന്തിവിള ദിനേശൻ, അതായത് ദിലീപിന് ഹൈക്കോടതിയിലും ജാമ്യം കിട്ടാൻ സാധ്യത കുറവാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. വസ്തുതാപരമായി കാര്യങ്ങളെ കാണുന്നുവെന്നും ഒരുപക്ഷെ ദിലീപിന് അനുകൂലമാണ് കാര്യങ്ങളെന്ന് നിരീക്ഷിക്കുന്നവർ പോലും. അല്ല, അത് കോടതിയുടെ നിയമവഴികളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയുന്നു, ദിലീപിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരുപാട് റൂട്ടുകൾ മുറിഞ്ഞു കിടക്കുക. ഇപ്പം തന്നെ പറഞ്ഞിട്ടില്ലേ, ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചപ്പോൾ തന്നെ ദിലീപിൻ്റെ, അയാളുടെ അനുജൻ്റെ, അയാളുടെ PA-യുടെ ഒക്കെ ഫോൺ വാങ്ങി വെക്കാതെ ഇപ്പോൾ അയാൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പറയുകയാണ് ഇയാളുടെ ഒറിജിനൽ ഫോൺ ദുബായിലിരിക്കുകയാണെന്ന്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ലൂപ്പ് ഹോളുകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇയാളെ കണക്ട് ചെയ്യാവുന്ന ഒന്നും ഞാൻ പറയുന്നത്, സിനിമയിൽ ഞാൻ 32 വർഷമായി സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, ഒരു സെലിബ്രിറ്റിയെ കാണാൻ എത്ര പേര് വരുന്നു, എന്തെല്ലാം ചർച്ച ചെയ്യുന്നു. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ കാരവാൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇതുപോലുള്ളൊരു കേസ് ചർച്ച ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനെന്നുള്ളതാണ്. ഇത് എന്താ പറയുക, ഇത് ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്തതെന്നേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. തീർച്ചയായും. ശ്രീ ജെയിംസ് വടക്കുംചേരി, വളരെ വസ്തുതകൾ ഇവരൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ ഒരുപക്ഷേ പക്ഷങ്ങളുടെയോ രോഷത്തിൻ്റെയോ ഒക്കെ രാഷ്ട്രീയം ഉണ്ടാകാം.
ഈ നിഷ്പക്ഷമായി പറയുന്നത് അവിടുത്തെ വസ്തുതകളും യാഥാർത്ഥ്യമാണ്, പ്രത്യേകിച്ച് ഫോറൻസിക്. ഇപ്പോൾ ഉദാഹരണത്തിന് ആ പ്രതീഷ് ചാക്കോ എന്ന വക്കീലിൻ്റെ മുറിയിൽ നിന്നാണ് ഈ പൾസർ സുനി കൃത്യം ചെയ്യുന്ന ഘട്ടത്തിലുള്ള വസ്ത്രം, പിന്നീട് ഡ്രസ്സ്, കാർഡ്, ബാഗ് ഇതൊക്കെ എടുത്തതെന്നാണ് പറയുന്നത്. ആ പ്രതീഷ് ചാക്കോ ആണ് മുങ്ങിയിരിക്കുന്നത്. ഒന്ന് അപ്പുണ്ണി, ദിലീപിൻ്റെ പ്രധാന സഹായി, അയാൾ മുങ്ങിയിരിക്കുകയാണ്. എന്തിനു മുങ്ങി? അത് പോലീസിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതില്ലേ? എനിക്ക് തോന്നുന്നത് ഈ കേസിൽ കുറേ ഊഹാപോഹങ്ങൾ, കുറേ സത്യങ്ങൾ, കുറേ സൂചനകൾ, കുറേ ഇല്ലാ കഥകൾ ഒക്കെ പാടെ കൂടി മിക്സ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ വ്യത്യാസങ്ങളും അത് എവിടെയാണ് ആ ഡിസ്റ്റിങ്ഷൻ എന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് സാധിക്കുന്നില്ല. കാരണം സൂചനകൾ പറഞ്ഞാലും ചില ആളുകൾ അതാണ് സത്യം എന്ന് പറയും, സത്യം പറഞ്ഞാലും ചില ആളുകൾ പറയും അത് ഇല്ലാ കഥയാന്ന് പറയും. അതുകൊണ്ട് ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഞാൻ കണ്ട ഒരു സംഗതി, ഇതൊക്കെ പാടെ കൂടി മിക്സ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് എവിടേക്കാണ് എങ്ങനെയാണ് പോകുന്നത് എന്ന് പറയാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിൽ വന്നിരിക്കുകയാണ്. ഇപ്പം മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട് എന്നുള്ളത് ഒരു കൂട്ടർ പറയുന്നു, ഒരു കൂട്ടർ പറയുന്നു അത് ഇല്ല എന്ന്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി, ഈ ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് പറയുമല്ലോ. അതായത് വണ്ടി ഓടിക്കുന്ന ആൾ വിചാരിക്കുന്ന അയാൾക്കെതിരെ ഓടിക്കുന്ന ആൾ തീർച്ചയായിട്ടും അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്ത് പോകുന്ന മാതിരി പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ ഇന്നലെ വരെ നടന്നുകൊണ്ടിരുന്നത് പോലീസുകാരങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, ബാക്കിയുള്ളവരൊക്കെ അത് കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കേസിൽ ഞാൻ കാണുന്ന ഒരു ഡിഫെൻസീവ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. ഇപ്പോൾ PR കാര്യം പറഞ്ഞു, അതായത് PR ഏജൻസികൾ വർക്ക് ചെയ്തിട്ട് ആ സോഷ്യൽ മീഡിയ വഴി ദിലീപിന് അനുകൂലമായിട്ടുള്ളൊരു ക്ലൈമറ്റ് ഉണ്ടാക്കുന്നത് പോലെ ഇപ്പം ഇന്നലെ 2 ഫോണ് അവിടെ എത്തിച്ചു. അപ്പോൾ ഇന്നലെ ഒരു ചർച്ചയിൽ ചില ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സ് തന്നെ പറഞ്ഞു ഇതിൽ നിയമമില്ല ഇങ്ങനെ എത്തിക്കാനായിട്ട്. അതായത് മജിസ്ട്രേറ്റിൻ്റെ കയ്യിൽ ഈ സ്വീകരിച്ചു. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ചർച്ചയിൽ വന്ന കാര്യമാണ്. അവർ പറഞ്ഞു ഈ സ്റ്റേജിൽ ഈ ഫോൺ സ്വീകരിക്കാനായിട്ട് ഉള്ള നിയമമില്ല, അത് ചെയ്യാൻ പാടില്ല, അത് പോലീസിന് ആവശ്യമില്ലാത്ത സംഗതി ഇവിടെ കൊണ്ട് ഏൽപ്പിക്കണം എന്തിനാ എന്നൊക്കെ ചോദിച്ചു. ഈ ഡിഫൻസീവ് ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന് ആവശ്യമുള്ളത് അവർ കൊണ്ടുപോകുന്നു, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ സമർപ്പിക്കുന്നു. നിയമമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നോക്കുന്നില്ല. അതായത് ഏതായാലും ഞാൻ സമർപ്പിച്ചു, മജിസ്ട്രേറ്റ് സ്വീകരിച്ചു. കഴിഞ്ഞില്ല അതിനകത്ത് ഉള്ളത് താങ്കൾക്ക് പ്രതികരണം സമഗ്രമാക്കാം. രാംകുമാർ സാർ പറഞ്ഞത് ഈ ഫോണുകൾ ഞാൻ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയത് ഇത് കൊടുത്തില്ല എങ്കിൽ പ്രതീഷ് ചാക്കോയുടെ കയ്യിലുണ്ട് എന്ന് പറയുന്ന സിം കാർഡ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് മെമ്മറി കാർഡ് ഈ ഫോണിലേക്ക് ഇട്ടിട്ട് ഇതാ ദിലീപിൻ്റെ ഫോണിൽ നിന്ന് ആ മെമ്മറി കാർഡ് പിടിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ പ്രതിയെ മനഃപൂർവ്വം ഡിഫൻസ് ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞാൽ ഇപ്പം ഇത്രയും നാൾ നമ്മുടെ മനസ്സിൽ വിചാരിച്ചു ചോദ്യം ചെയ്യാൻ വിളിച്ചു, മൊഴിയെടുക്കാൻ വിളിച്ചു. ഇത് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ പലർക്കും അറിയില്ല. ഈ ചോദ്യം ചെയ്യുന്നത് ആരെയാണ്, മൊഴിയെടുക്കുന്ന കാര്യം, മൊഴിയെടുക്കുന്നത് വിറ്റ്നസസിനെയാണ് നിന്ന് മൊഴിയെടുക്കുന്നു. അപ്പോൾ അതിനകത്ത് ക്ലാരിഫിക്കേഷൻ, വെരിഫിക്കേഷൻ ഇതൊക്കെ ഉള്ളൂ. ചോദ്യം ചെയ്യലില്ല അവിടെ. അതായത് ആ പറഞ്ഞതായ സംഗതികൾ ക്ലാരിഫൈ ചെയ്യും, വെരിഫൈ ചെയ്യും. അതിനൊക്കെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു എന്ന് പറയും. ഇപ്പം കാവ്യയെ ചോദ്യം ചെയ്യാൻ വിളിച്ചു എന്ന് പറഞ്ഞ ന്യൂസ് വരുന്നുണ്ട്. അത് ഒരു തവണ ചോദ്യം ചെയ്യുന്നില്ല, അത് ചോദ്യം ചെയ്യാൻ ഈ കുറ്റം ആരോപിക്കപ്പെട്ടതായ വ്യക്തിയാണ് ചോദ്യം ചെയ്യുന്നത്. അതായത് ഇൻട്രോഗേഷനാണ്. അതിനകത്ത് ഇയാൾ പ്രതിയാക്കാനായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. മറ്റേ സാക്ഷിയോട് മൊഴിയെടുക്കുന്ന അവസരത്തിൽ അതിൻ്റെതായ സ്കോപ്പ് അവിടെ ഇല്ല. അപ്പോൾ എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ കിടക്കുന്നതെന്ന് പറയുമ്പോൾ പോലീസുകാർ ചോദിക്കുന്നു, നമ്മൾ ഉത്തരം പറയാനായിട്ട് ബാധ്യസ്ഥ. നമുക്ക് ഈ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് 2-way കമ്മ്യൂണിക്കേഷനാണ്. അവർ ചോദിക്കുന്നു, തിരിച്ച് നമുക്ക് ചോദിക്കാം, എനിക്ക് മനസ്സിലായില്ല ആ പറഞ്ഞത് എന്താണ്, പക്ഷെ അത് സമ്മതിക്കുമോ? ആളുകളുടെ വിചാരം ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു, പോലീസുകാർ ചോദിക്കുന്നു, നമ്മൾ ഉത്തരം പറയുന്നു. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ സഹകരിക്കുന്നില്ല എന്ന് പറയുക. അപ്പോൾ സഹകരിക്കുന്നില്ല, മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ ഇവിടെ ഒന്നും ചെയ്യാൻ നോക്കില്ല. കാരണം മിണ്ടിയില്ല അത്രേ ഉള്ളൂ. പക്ഷേ നിയമം അനുസരിച്ച് മിണ്ടാത്തവരെ മിണ്ടിക്കാൻ പറ്റുമോ? മിണ്ടിക്കാൻ പറ്റുന്ന ഓർഡിനറി മെത്തേഡ് പറ്റുന്നില്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി മെത്തേഡ് എടുക്കാം. എക്സ്ട്രാ ഓർഡിനറി മെത്തേഡ് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പറയും സഹകരിക്കുന്നുണ്ട്.
അപ്പൊ ഇത് ഏതാ പറയുന്നത് ശരി, ഏത് തീർച്ചയായും പറയുന്നത് തെറ്റ്? അഡ്വക്കേറ്റ് പ്രജി, അതായത് പറഞ്ഞതിനകത്ത് ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് തന്നെ ഉണ്ട്. അതെനിക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ. ചോദ്യം ചെയ്യാൻ വിളിച്ചോ ഇല്ലേ സാക്ഷികളെ മാത്രമാണ് എന്ന് പറയുന്നത് അത് 161 CRPC ആണ്. 161 CRPC അനുസരിച്ച് 161 CRPC എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസസ് ബൈ പോലീസ്. 161(2) അദ്ദേഹം അത് പറയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ആ ക്ലാരിഫിക്കേഷൻ ആവും. സച്ച് എ പേഴ്സൺ ഷാൽ ബി ബൗണ്ട് ടു ആൻസർ ട്രൂലി. ദാറ്റ് മീൻസ് there is a question. അവിടെ ഒരു ചോദ്യം ചെയ്യലുണ്ട്. ചോദ്യം ചെയ്യുന്നതിന്റെ such a person shall be bound to answer truly all questions related to such a case put to him by such officer. Such officer other than questions and answers to which would have a tendency to expose him to a criminal charge or to a pendency or forfeiture. That means ഈ വിളിക്കുന്ന ആളിനെ ചോദ്യം ചെയ്തുകൂടാന്ന് അർത്ഥമൊന്നുമില്ല. അതിന് ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ തീരുമാനമാണ് ഇതിനകത്ത് ആരെ പ്രതിയാക്കണം, ആരെ സാക്ഷിയാക്കണം. അവര് പറയുന്ന മാത്രം പോലീസ്. എനിക്കറിയേണ്ടത് നേരത്തെ തന്നെ ശ്രീ ഭാസുരേന്ദ്ര ബാബു ഒക്കെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഒരുപാട് ഘട്ടമായി നാം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇലക്ട്രോണിക് എവിഡൻസ് ആക്ട്, ആ ആക്ട് പ്രകാരം ഈ മദർ ഫോണിൻ്റെ പ്രാധാന്യം എത്രയാണ്? ഈ മദർ ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല, അത് ദിലീപിൻ്റെ പക്കലുണ്ട് എന്നാണ്. അപ്പോഴാണ് ഇപ്പോൾ ചില വാർത്തകൾ പ്രചരിക്കുന്നത് വിദേശത്ത് നിന്ന് ഈ ദൃശ്യങ്ങൾ, നടിയുടെ ദൃശ്യങ്ങൾ, ഈ ക്രൂരമായ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാനും ചില കോക്കസുകൾ നീങ്ങുന്നുണ്ട്. അതൊക്കെ എത്ര കണ്ട് ആധികാരികമാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ മദർ ഫോൺ അത് കണ്ടെടുക്കുന്നതുമായി അല്ല, അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ രാംകുമാർ സാറ് 2 ഫോണുകൾ ഹാജരാക്കിയത്. അയാളുടെ 2 ഫോണുകൾ അയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 2 ഫോണുകളല്ലോ. ഏതാ ഫോണിന്റെ മേലുള്ള ഫോർജറിയാണ് വരാൻ പോകുന്ന ആർഗ്യുമെന്റ്സിൽ. രാംകുമാറിന്റെ ആർഗ്യുമെന്റ്സിൽ അയാളുടെ ആർഗ്യുമെന്റ് നോട്ടിൽ വരാൻ പോകുന്ന ഈ ഫോൺ പ്രധാനമായിട്ട് വരും. ആ ഫോണിന്റെ അല്ല, ഈ ഫോട്ടോസ് എടുത്തത് ഈ ഫോണിൽ നിന്നാണ് തിരിച്ചറിയാൻ പറ്റും. മറ്റൊരു ഫോൺ വെച്ച് നടത്താൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു നേരത്തെ വടക്കഞ്ചേരി പറഞ്ഞ മാതിരി മറ്റൊരു ഫോൺ വെക്കാനൊക്കത്തില്ല. വെച്ചാൽ ഈ ഫ്രെയിം എടുത്തതാണോ അല്ലയോ ആ ഇത് ഫോൺ കിട്ടിയാൽ മാത്രമേ അറിയൂ. ഞാൻ പറഞ്ഞത് ഇൻക്യൂറേറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മിണ്ടണ്ട. അതിനകത്ത് ആ ഭാഗത്തെ വായിക്കുന്നില്ല. അതായത് ശ്രീ പ്രജി, അതായത് ഈ സൗമ്യ വധക്കേസ് ഇതുപോലൊരു പ്രമാദമായ കേസാണ്. അതെ, ആ കേസിൻ്റെ ഒരു തുടർച്ച. ഒരുപക്ഷെ ഈ പ്രോസിക്യൂട്ടർ തന്നെ ഒരുപക്ഷെ ഇരയുടെ ആവശ്യപ്രകാരമാകാം സർക്കാർ നിയോഗിച്ചത്, ഈ പ്രോസിക്യൂട്ടർ വേണം, അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്. അത്തരത്തിൽ ഇരകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് അങ്ങനെയാണ്. ആ പ്രോസിക്യൂഷൻ വളരെ സത്യസന്ധമായി പറഞ്ഞ ഇന്നലത്തെ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ചില കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ അതിനോട് അജിംഷാദ് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഈ സൗമ്യ കേസിനകത്ത് സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ട്രയൽ സ്റ്റേജിൽ നടന്നിട്ടുള്ള വീഴ്ചകളാണ്. അതായത് ട്രയൽ സ്റ്റേജിലെ പ്രോസിക്യൂഷന്റെ പരാജയങ്ങളാണ്. ട്രയൽ സ്റ്റേജിലെ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് തീർച്ചയായും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് സമയാസമയങ്ങളിൽ സംശയങ്ങൾ ചോദിച്ച് കറക്റ്റ് ചെയ്യുന്ന പ്രോസിക്യൂഷൻ, വിശിഷ്യ സ്പെഷ്യൽ പ്രോസിക്യൂഷൻ ആകുമ്പോൾ. കാരണം നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് മാറി വരുന്ന ക്രമത്തിൽ പ്രോസിക്യൂട്ടർമാരെ, ജില്ലാ ഗവൺമെന്റ് പ്ലീഡർമാരെയും അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർമാരെയും മിടുമിടുക്കന്മാരായിട്ടുള്ള ആളുകളെ മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞാണ് വെക്കുന്നത്. അവരെയും മാറ്റിമറിച്ചുകൊണ്ടാണ് സ്പെഷ്യൽ പ്രോസിക്യൂഷൻ വരുന്നത്. ആ സ്പെഷ്യൽ പ്രോസിക്യൂഷൻ ഇൻവെസ്റ്റിഗേഷന്റെ ഓരോ സമയങ്ങളിലും ഉണ്ടാകുന്ന സംശയം മാറ്റി കൊടുത്താണ് ഈ ചാർജ് കോടതി മുമ്പാകെ സമർപ്പിക്കുന്നത്. സൗമ്യ കേസിനകത്തുണ്ടായത് അങ്ങനെ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രം കുറ്റമറ്റതല്ലായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അജീവ് പര്യന്തം നരാധമനായിട്ടുള്ള ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത്. ഈ കേസിനകത്തും ഒരുപക്ഷെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം അതേ പ്രോസിക്യൂഷൻ ടീം തന്നെ ഈ കേസിനകത്ത് എങ്ങനെ വന്നു? ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും മാധ്യമം അത് ചർച്ച ചെയ്യുന്നു? ഏതെങ്കിലും ജനം ചർച്ച ചെയ്യുന്നു? സൗമ്യയുടെ ഘാതകന് തൂക്കുകയർ കൊടുക്കാതിരുന്നപ്പോൾ വെളുക്ക ചർച്ച ചെയ്ത ഒരൊറ്റ മാധ്യമം പോലും ഈ പീഡിപ്പിക്കപ്പെട്ട സിനിമാ നടിക്ക് വേണ്ടിയും ഹാജരാകുന്നത് അതേ പ്രോസിക്യൂഷൻ തന്നെയാണ്, അതിനും ഇതേ വീഴ്ച തന്നെ സംഭവിക്കാൻ പോവുകയാണ് എന്ന് ചർച്ച ചെയ്തു. അപ്പൊ ആ പ്രോസിക്യൂഷനെ ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മളതൊരു വ്യക്തിപരമായി ഒരു കേസ് അല്ല, ഞാൻ പ്രോസിക്യൂഷൻ എന്നാണ് പറഞ്ഞത്. ഞാൻ ആരെയും വ്യക്തിപരമായി പറഞ്ഞില്ല. ഞാൻ ആ
പ്രോസിക്യൂഷന്റെ ഭാഗമാണ് പറഞ്ഞത്. അപ്പോൾ ആ തരത്തിൽ കേരളത്തിലെ ജനത ഒന്നടങ്കം നോക്കി നിന്ന ഒരു കേസിനകത്ത് ഇത്രയും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതേ ടീം തന്നെ ഈ കേസിന്റെ പ്രോസിക്യൂഷനിലേക്കും എയ്ഡിലായിട്ട് വരികയാണെങ്കിൽ അതെന്തുകൊണ്ടാണ് ചർച്ച ചെയ്യേണ്ടത്? മറ്റൊരു ഓപ്ഷൻ സൗമ്യയുടെ കേസിൽ അതിവൈകാരികമായി ചില രേഖപ്പെടുത്തലുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉണ്ടായത് ആ വനിതാ ഡോക്ടറിന്റെയും ഉന്മേഷിന്റെയും ഒക്കെ തർക്കമാണ് താങ്കളുടെ ശ്രദ്ധയിലേക്ക് വിടുന്നത്. അത് മാത്രമല്ല, വിഷയം സുപ്രീം കോടതി ചാടുന്നതുമായി ബന്ധപ്പെട്ട് ട്രയൽ കോടതി പ്രോസിക്യൂഷന് വളരെ വളരെ തിരുത്താനാകാത്ത വീഴ്ച പറ്റിയെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഭിപ്രായം. ശ്രീ ബാസിലേന്ദ്ര ബാബു, വേഗം ഒരു ഇടവേള അനിവാര്യമാണ്. ഞാനൊരു ചെറിയ കാര്യം മാത്രം പറഞ്ഞാൽ മതി. സുപ്രീം കോടതിയും സെഷൻസ് കോടതി, അല്ലെ സെഷൻസ് ഹൈക്കോടതി ആയിക്കോട്ടെ, മറ്റു കോടതികളുമുള്ള അതിനകത്തുള്ള സൗമ്യ കേസിന്റെ വ്യത്യാസം ഇതേ ഉള്ളൂ. ക്യാപിറ്റൽ പനിഷ്മെന്റ് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിരിക്കണം എല്ലാം എന്ന് സുപ്രീം കോടതി ശഠിക്കുന്നുണ്ട്. അതിന് നേരിട്ട് ഒരു എവിഡൻസ് അക്കാര്യത്തിൽ ആ പെൺകുട്ടി വീഴുന്ന കാര്യത്തിൽ ഇല്ല. ശരിയാണ്, അതിലേക്ക് പോട്ടെ. ഇദ്ദേഹം പറയുന്നത്, പ്രതി പറയുന്നവർ രക്ഷപ്പെടുന്നില്ല പ്രതി, കാരണം ലൈഫ് കിട്ടുന്നുണ്ട്. ലൈഫ് കിട്ടുമ്പോൾ സ്ത്രീകളുമായി ബന്ധിപ്പിച്ച കേസായതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു റെമിഷനും കിട്ടാൻ പോകുന്നില്ല. ജയിലിൽ കിടന്ന് അദ്ദേഹം മരിക്കുക മാത്രമേ ഉള്ളൂ ഈ ശിക്ഷിക്കപ്പെട്ടാൽ. അതുകൊണ്ട് ശിക്ഷയിൽ വ്യത്യാസം വരുന്നില്ല എന്ന് പറയുന്നത് വധശിക്ഷ തന്നെ സമയം മാറ്റിയിരിക്കുന്നു എന്നല്ലാതെ. എന്നാ പിന്നെ എല്ലാവർക്കും അങ്ങനെ കൊടുത്താൽ പോരെ? വധശിക്ഷ എന്ന് പറയുന്ന ഒരു സെക്ഷനെ നമ്മുടെ IPC മാറ്റി വെച്ചാൽ ഇതിനകത്ത് പ്രശ്നം വധശിക്ഷ കൊടുക്കുന്നതിന് ക്ലിയർ കട്ടായി എവിഡൻസ് കൊടുക്കാൻ പറഞ്ഞതിനോട് തന്നെയാണ് ഞാൻ യോജിക്കുന്നത്. ശ്രീ പ്രജി, പരാജയപ്പെട്ട അതേ പ്രോസിക്യൂഷൻ ടീം ഇത്രയും വലിയൊരു കേസിനകത്ത് അപ്പിയർ ചെയ്യുന്നതിന്റെ ഒരു ഭംഗിക്കുറവിനെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞു. വരില്ല ക്യാപിറ്റൽ പണിഷ്മെന്റ് പറ്റാഞ്ഞ ആള് ഇനിയിപ്പോ ഈ കേസിനകത്ത് മാക്സിമം പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല. അതായത് പ്രോസിക്യൂഷൻ ടീമിനെ കുറിച്ചാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ പരിചയം. ശ്രീ പ്രജി, ഇടവേള അനിവാര്യമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതായത് പബ്ലിക് കമ്പാരിസൺ വന്നുകൊണ്ട് മാത്രമാണ് പബ്ലിക് പ്ലീഡർമാര്, പബ്ലിക് പ്രോസിക്യൂട്ടർമാര്, അങ്ങനെ ഒരു നിര തന്നെയുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു കേസ് തോറ്റ വക്കീലിന് മറ്റൊന്ന് കൊടുക്കരുത് എന്ന് പറയുന്നത് പോലെ ചേർത്ത് വെച്ചൊരു ചർച്ച വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വിഷയം വഴിമാറി പോകും ഇങ്ങനെ പോയാൽ. ചർച്ച ചെയ്യേണ്ടത് പൾസർ സുനി മറ്റൊരു കൊട്ടേഷൻ മാനഭംഗവും ചെയ്തിരുന്നു എന്ന് സുരേഷ് കുമാർ എന്ന നിർമ്മാതാവും അയാളുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം പൾസർ സുനി നടത്തിയതുമായി ബന്ധപ്പെട്ട് പുറത്തെത്തുന്നു. എന്തുകൊണ്ട് പൾസർ സുനിമാർ കൊച്ചിയിലെ സിനിമാ വ്യവസായത്തിൽ ഉണ്ടാകുന്നു? തീർച്ചയായും അതുകൂടി ചർച്ച ചെയ്യണം. ഈ പണാധിപത്യത്തിൽ ഈ സാംസ്കാരിക ഇടം മാലിന്യമാകുന്നുണ്ടോ? അത് വിമലീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്നത്തെ കേസുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ട ക്രിയാത്മകമായ ഒന്ന്. അതിലേക്ക് നമുക്ക് ചർച്ചയെ വിന്യസിക്കാം. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ PC ലൈനിലുണ്ടല്ലോ അല്ലേ? PC ജോർജ്. ശ്രീ PC ജോർജ്, അതായത് ഇനി നമുക്ക് ഈ കേസിന്റെ കാര്യം ഒരുപാട് നാളായി നാം ചർച്ച ചെയ്യുന്നു. നാളെ കോടതിയിൽ വരട്ടെ. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് പുതിയ ചില വാർത്തകളുണ്ട്. അതായത് ഈ പൾസർ സുനി എന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, അയാൾക്കൊരു ഞാൻ കേട്ടു. അതായത് ഒരു കാര്യം കൊടുക്കണം, ഒറ്റ സെന്റൻസ് മാത്രം. ഇവ അപ്പുണ്ണിയായിട്ട് രണ്ടുപേരെ കാണാനില്ലെന്നും പറഞ്ഞ പ്രചരണമുണ്ട്. അപ്പുണ്ണിയും പ്രതീക്ഷാക്കോയും ഇത് രണ്ടും മിക്കവാറും പോലീസ് ഏതെങ്കിലും പോലീസ് കോടതികൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അത് സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നത് മനസ്സിലായല്ലോ. അവസാനം അവനെ എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ച് ജാഗ്രതയാക്കി ഇതോ തെളിവെന്ന് പറഞ്ഞ് വരാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. അതാണ്. പിന്നെ വേറൊരു കാര്യം പറയുമ്പോ ഈ ഇതിനകത്ത് കിടപ്പുള്ളിലേക്ക് കൊള്ളക്കാരൻ നിർത്തിയിട്ടവൻ പൾസർ സുനി ഇവൻ 2 സിനിമാ നടന്മാരും മോശമായി പെരുമാറിയിട്ടുണ്ട്. 2 പേരും കാശ് ഭരിച്ചിട്ടുണ്ട്. ഇത് ആദ്യമല്ല, ഇത് നമ്മുടെ മലയാള സിനിമയുടെ അമ്മയ്ക്കറിയാം. ഈ അമ്മ എന്ന് പറയുന്ന സംഘടന എന്തിനാ ഇത് പിരിച്ചു വിടണ്ടേ എന്നുള്ളത് എന്റെ മനസ്സിലായോ? ഇവന്മാർ എന്തിനാ ഈ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഈ അമ്മ ഇരിക്കുമ്പോ ഇതിനു മുമ്പ് ഈ വൃത്തികെട്ടത് ചെയ്തിട്ട് എന്തിന് ഇവനെ സിനിമാ നടന്റെ തന്നെ ഡ്രൈവറാക്കിക്കൊണ്ട് നടന്നു? ഉത്തരം പറയട്ടെ. അതുകൊണ്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇവരെ ക്വസ്റ്റ്യൻ ചെയ്ത് ജയിലിനകത്ത് പോലീസ് കസ്റ്റഡി വാങ്ങണം. എന്നിട്ട്
മാന്യന്മാരായ പോലീസുകാരെ ഏൽപ്പിച്ച്, അതല്ലാതെ കേസ് ക്രിയേറ്റ് ചെയ്യുന്നവന്മാരെയല്ല, കൊള്ളാവുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാതെ അത് തല്ലും കൊല്ലൊന്നും വേണമെന്നേ ഐസ് കട്ടയിലോട്ട് 10 മിനിറ്റ് കിടത്തിയാൽ മതി, അവൻ തന്നെ സത്യം പറഞ്ഞോളും. മനസ്സിലായില്ലേ? ഈ തല്ലും കൊലയൊന്നും വേണ്ട, ശാസ്ത്രീയമായിട്ട്. ഇല്ലെങ്കിൽ അവരെ ഉറങ്ങാതെ അങ്ങ് ഇരുത്തിയാൽ മതി. കാര്യം ചെയ്ത് ചുറ്റും നിന്നിട്ട് ലൈറ്റ് കൊടുത്ത് ഉറങ്ങാതിരുന്നാൽ അവൻ നേരെ സത്യം പറഞ്ഞോളും. അതായത് ശ്രീ പ്രജി നമുക്ക് സിനിമയുടെ ആ മുഴുവൻ പരിപ്രേക്ഷ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പി സി ജോർജ് പറഞ്ഞ ഒരു കാര്യം കൂടി സമർത്ഥിക്കേണ്ടതുണ്ട്. അതായത് ഇത്തരത്തിലൊരു നരാധമനായ, മുൻപും ഇതുപോലൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള പൾസർ സുനി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലിൻ്റെ വാക്കുകളും മൊഴിയും അനുസരിച്ചാണോ മാന്യന്മാരുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുക എന്ന്? ഇതാണ് പി സി ജോർജ് ചോദിച്ചതിൻ്റെ സാരം. അല്ല, അത് അദ്ദേഹം ചോദിച്ച ആ കാര്യം എനിക്കും പലപ്പോഴും ഈ കേസിന്റെ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളുടെ ഒരു വെറാസിറ്റി വെച്ച് എനിക്കും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. കാരണം ഇപ്പൊ ഞാനും അജിംഷാദും കൂടെ ഒരുമിച്ച് നിന്നൊരു സെൽഫി എടുക്കുന്നു. നമ്മുടെ സെൽഫിയുടെ പശ്ചാത്തലത്തിൽ അങ്ങ് ദൂരെ ഏതെങ്കിലും ഒരു ക്രിമിനലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതായിരുന്നു ഇതിന്റെ ഒരു തുടക്കം. ആ ക്രിമിനലിൻ ഞാനും അജിംഷാദുമായി ബന്ധമുണ്ട്, ഗൂഢാലോചനയുണ്ട് എന്ന് എങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഈ കേസിന്റെ ഒരു 2ാം ഘട്ട ചർച്ച തുടങ്ങിയത് ആ ഒരു സെൽഫി ഫോട്ടോയിൽ നിന്നാണ്. ആ ഒരു സെൽഫി ഫോട്ടോ വെച്ചൊന്നും ഒരു 120 ബിയിലേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട് അല്ല, ഞാൻ അതിലേക്കാ വരുന്നത്. 2 ചുമതലകൾ കൂടി കൈകാര്യം ചെയ്യുന്ന ആളാണ് ദിലീപ്. രണ്ടാമത്തെ ദിലീപിന്റെ സൈറ്റിൽ എത്തുന്ന ഇത്തരം സ്ഥിരം ഇങ്ങനെ എത്താറുള്ള പൾസർ സുനി അറിയുകയില്ലെന്ന് പറഞ്ഞതിൽ ഒരു ബാഡിന്റെ അല്ല, അതൊക്കെ അത് കോൺട്രഡിക്ടറി ആണ്. അത് കോൺട്രഡിക്ടറി ആണ്. ഇത്രയേറെ അടുത്ത ഒരു നടിയെ സംബന്ധിച്ചുള്ള വിവരം നോക്കിയത് 12 സെക്കൻഡ് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അല്ല, ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ ദിലീപിന്റെ 3 അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. 3 ഈ നടിയുമായി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു കോൺഫ്ലിക്റ്റ് പരസ്യമായി ഉണ്ടാവുകയും പല നടന്മാർ ഇടപെട്ട് സോൾവ് ചെയ്യുകയും ചെയ്താണ്. താങ്കൾ തന്നെ പറഞ്ഞു ഗൂഢാലോചന കേസ് സമർത്ഥിക്കാൻ പാടാണെന്ന്. ഇത്ര തന്നെ തെളിവ് ഈ കാര്യത്തിൽ പര്യാപ്തമല്ലേ? 120 ബി തെളിയിക്കാൻ ഇപ്പൊ ജെയിംസ് സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതിയോ? ഒരു 120 ബി ഒരു ഗൂഢാലോചന തെളിയിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും പോരാ എന്നൊരു ക്രിമിനൽ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയും. ഇന്നിപ്പോ നമ്മുടെ മുമ്പിൽ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ള എവിഡൻസുകൾ മാത്രമായത്. ബാക്കി എന്തൊക്കെ എവിഡൻസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അജ്ഞാതമാണ്. ചിലപ്പോൾ ഇതിന് ഗൂഢാലോചന തെളിയിക്കാനുള്ള സാക്ഷിമൊഴികളും അതിന് കൃത്യമായ എവിഡൻസുകളൊക്കെ ഉണ്ടാകും. പക്ഷെ ഈ പറഞ്ഞ എവിഡൻസുകൾ മാത്രം വെച്ച്, അതായത് അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ. ഒന്ന്, ഈ സെൽഫി ഫോട്ടോ അതിൽ പൾസർ സുനിയുടെ പടം പതിഞ്ഞു എന്നുള്ളത് കൊണ്ട് 120 ബി വരുമോ? ഒരിക്കലും വരത്തില്ല. തൊട്ട് പിറ്റേ ദിവസം ഒരാൾ ഫോൺ ചെയ്തപ്പോ 12 സെക്കൻഡേ സംസാരിച്ചുള്ളൂ. ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് നിന്നപ്പോഴായിരിക്കും 12 സെക്കൻഡ് സംസാരിച്ച്. അതുകൊണ്ട് 120 ബി വരുമോ? അതുകൊണ്ട് 120 ബി വരില്ല. പിന്നെ പൾസർ സുനിയെ പരിചയമില്ലെന്ന് പറഞ്ഞു, പരിചയം ഉണ്ട് എന്ന് പിന്നീട് ഈ ഫോൺ ചില സംഭാഷണങ്ങളുടെ പേരിൽ വന്നു. അതൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ദിലീപിനെ ന്യായമായും സംശയിക്കാനുള്ള ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു പീസാണത്. പക്ഷെ അങ്ങനെ ആ ഒരു പീസ് വന്നു എന്നുള്ളത് കൊണ്ടും 120 ബി വരുമോ? ഞാനിതൊക്കെ പറയുന്നെങ്കിൽ പോലും ഈ പീഡിപ്പിക്കപ്പെട്ട നടിക്ക് തീർച്ചയായും നീതി ലഭിക്കണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷെ അതോടൊപ്പം തന്നെ ആ നടി പറഞ്ഞ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറഞ്ഞാൽ ഒരിക്കലും തെറ്റ് ചെയ്യപ്പെടാത്ത ഒരാൾ ഈ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടാനും പാടില്ല. ആ നടി തന്നെ പറഞ്ഞു. ശ്രീ ബാസുരേന്ദ്ര ബാബു, വീണ്ടും നമുക്ക് സിനിമയുടെ പൊതു കാര്യങ്ങളിലേക്ക് പോകാനാകുന്നില്ല. ഒരു സംശയം, അതായത് ഈ പൾസർ സുനി എഴുതിയ കത്തിനകത്ത് പറയുന്നുണ്ട് നടിയുടെ ആൾക്കാരും മറ്റു പലരും തന്നെ വന്ന് കാണുന്നുണ്ട് ദിലീപ് ഏട്ടൻ്റെ പേര് പറയാൻ. ജോർജ് ഏട്ടൻ സ്ഫുരൻ മുതൽ വേറെ ഏതൊരു സിനിമയുടെ പേരും പറഞ്ഞു. അതുവരെയുള്ള സംഭവ വികാസങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പൾസർ സുനി പറയുന്ന ചില കാര്യങ്ങൾ ആധികാരികമായ സ്വഭാവത്തോടു കൂടി ദിലീപിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായ രീതിയിൽ എത്തുന്നു. നടിയുടെ ആൾക്കാർ വന്ന് കണ്ടു എന്ന് പൾസർ സുനി പറഞ്ഞത് കള്ളത്തരമല്ലേ? അത് സ്വാഭാവികമായി നമുക്ക് അറിഞ്ഞു. അതിനകത്ത് നമ്മുടെ പ്രതിവക്കീലിയുടെ പൾസർ സുനിയുടെ വിശ്വാസ്യതയാണ് അവിടെ ചോദിക്കുന്നത്. ആ കത്തെഴുതിയത് അഡ്വക്കേറ്റ് പ്രജി പറയുന്നത് ഗൂഢാലോചന അങ്ങേയറ്റം ഗഹനമായി തന്നെ പരിശോധിച്ച് തെളിയിച്ചാലേ പറ്റുള്ളൂ. എളുപ്പവുമല്ല ഇത്. അങ്ങനെ വരുമ്പം 2 പേർക്ക് അറിയുന്നൊരു കാര്യമാണ്. പൾസർ സുനിക്ക് അറിയാം, പിന്നെ ദിലീപ് പ്രതിയാണെങ്കിൽ ദിലീപിനും അറിയാം. 2 പേർക്കല്ലേ അറിയൂ. അവരുടെ 2 മനസ്സിനകത്താണല്ലോ ഇതിരിക്കുന്നത്. യാതൊരു ആധാരവും ഡോക്യുമെൻ്ററി ആയിട്ട് കിട്ടാൻ പോലും ആരും എഴുതി കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ ഈ 2 മനസ്സുകളിൽ നിന്ന് ഞെക്കിപ്പിഴിഞ്ഞത് പുറത്തേക്ക് എടുക്കേണ്ടതായി ഉണ്ട്. ഒരു മനസ്സിൽ നിന്ന് മറ്റൊരു മനസ്സിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു പാലം പോലീസ് തന്നെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ് തെളിയിക്കാൻ, ശരിയാണ്. പക്ഷെ 2ാം ഘട്ടം ആരംഭിക്കുന്നത് വക്കീൽ പറഞ്ഞതുമാതിരി ആ പോയിന്റിൽ നിന്നല്ല, ഇയാൾ എഴുതിയ കത്തിൽ നിന്നാണ്.
ഈ കത്ത് കിട്ടി 20 ദിവസം കഴിഞ്ഞാണല്ലോ പോലീസിനത് കൊടുക്കുന്നത്. സാധാരണഗതിയിൽ ആൾ കിട്ടിയാൽ പോലീസുകാരുടെ ഇൻട്രോഗേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ 13 മണിക്കൂർ നീണ്ട ഇൻട്രോഗേഷനെ കുറിച്ച് പറഞ്ഞു. ടി.പി. സെൻകുമാറിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യവുമാണ്. അതൊക്കെ പോട്ടെ. 13 മണിക്കൂർ നീണ്ടതിനെ കുറിച്ച് സന്ധ്യ പറഞ്ഞൊരു കാര്യം പുറത്തേക്ക് വന്നത് ഇങ്ങനെയാണ്. 13 മണിക്കൂർ നീണ്ടു പോകുമ്പോൾ അതിൽ 1/3 അയാളെ ഇരുത്തിയാണ് ചോദിച്ചത്. ബാക്കി 1/2 ഭാഗവും നിർത്തി തന്നെയാണ് ചോദിച്ചത്. നിരപരാധിയാണെങ്കിൽ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് ചൂടാവും. ഒരു നിരപരാധി ചൂടാകും. ഇയാൾ ചൂടായതേയില്ല. ബിക്കോസ് അദ്ദേഹത്തിന് കൃത്യമായി മറച്ചു വെക്കേണ്ട കാര്യമുണ്ട്. ഇന്റൻഷണലാണ് പ്രതി, അല്ലെങ്കിൽ ആ ആൾ. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് പോലെയാണെങ്കിൽ ഞാനൊരു ക്രിമിനൽ ആക്ടിവിറ്റി അറിയാവുന്ന ഒരാളോ ഇൻട്രോഗേഷനിൽ ഒന്നും അറിയില്ല. ഇപ്പം ഇദ്ദേഹം വടക്കഞ്ചേരിയെ പോലെ പ്രൊഫഷണലൊന്നും അല്ലല്ലോ. പക്ഷെ എനിക്ക് അറിയാവുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബോൺ ക്രിമിനലാണ് ഈ നടൻ. അപാര ക്രിമിനലിസ്റ്റിന്റെ ലൈനിലുണ്ടോ? അതാണ്ട ഭാസുരേന്ദ്ര ബാബു സമർത്ഥിക്കുന്നു ചില കാര്യങ്ങൾ കേട്ടോ. കാരണം ഇങ്ങനെ കുറെ ഏറെ അബദ്ധം ഈ അടുത്ത കാലത്ത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചാൽ ഒരു ഗവൺമെന്റിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്കൊരു പരാതിയില്ല. ഒരു കാര്യം ഞാൻ പറയാം. ഇത്രമാത്രം 13 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്തു. ഞാൻ ഇച്ചിരി വിട്ടുതുറന്ന് പറയാം. ഈ സംസ്ഥാനത്തെ ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന്റെ സഹായത്തോടുകൂടി ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ സഹായത്തോടുകൂടി ഇവിടുത്തെ വേറൊരു തിയേറ്റർ ഉടമകളുടെ ഒരു കച്ചവടം കൊണ്ട് നടന്നിരുന്ന ഒരാളുടെ നേതൃത്വം ഈ 3 പേര് ചേർന്നുകൊണ്ട് നടത്തിയ ഗൂഢാലോചനയാണ് ഈ കേസ്. എന്തിനാണ് ഈ 13 മണിക്കൂർ നേരെ ക്വസ്റ്റ്യൻ ചെയ്തെന്ന് പറഞ്ഞു? അന്ന് നമ്മുടെ സെൻകുമാർ DGP-യാ. 13 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ DGP സെൻകുമാറോട് തന്നെ പറഞ്ഞല്ലോ, അത് IG വിളിച്ചപ്പം ചുമ്മാ കൊണ്ട് ഇരുത്തിയിരിക്കുക ആലുവ പാലസ്. എന്ത് കാര്യം? പോലീസുകാരെ കൊണ്ട് ചുമ്മാ ഇരുത്തുന്നത് ശരിയാണോ? അല്ല ആലുവ പാലസിൽ കൊണ്ടിരുന്നത് എന്ത് കാര്യം? പ്രതിയെ ചോദ്യം ചെയ്യുന്ന മനുഷ്യൻ അവിടെ പത്രങ്ങളെ ചാനലും മുഴുവൻ അവിടെ പ്രതി എന്ന് പറയുന്ന ആൾ ചിരിച്ചു കളിച്ച് കുത്തിയിരിക്കുക. എന്താണ് ഉദ്ദേശം? അതിന്റെ പിറ്റേ ദിവസം തിയേറ്റർ ഉടമകളുടെ തെരഞ്ഞെടുപ്പാണ്. ഈയിടെ പ്രസിഡന്റ് ഇലക്ഷനിൽ വരിക. ഈയിടെ പ്രസിഡന്റ് ആകരുന്നല്ലാതെ വേറെ ഒന്നും ഇവർ ആഗ്രഹിച്ചിരുന്നില്ല ഈ 3 സംഘം. പറ്റിയല്ല. DGP സെൻകുമാർ എന്തിനാവശ്യമില്ലാതെ പിടിച്ചു വെച്ചിരിക്കുന്നു. ഒരു കാര്യമില്ല, മര്യാദകളാണെന്ന് പറഞ്ഞ് പുറത്തു വിടേണ്ടി വന്നു. അപ്പൊ 13 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പത്രത്തിൽ വന്നു. 13 മണിക്കൂർ ചുമ്മാതിരുന്നു. തിരിച്ചു വന്ന് ഇയാൾ തന്നെ ആ സംഘടന പ്രസിഡന്റായി. ശരിയാണ് ശ്രീ PC. തീർച്ചയായും ശ്രീ ശാന്തിവിള ദിനേശൻ, അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ ഒരു ഹോട്ടൽ തുടങ്ങണം, അതിനകത്ത് ഭക്ഷ്യവകുപ്പിൻ്റെ അനുമതി വേണം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു സിനിമ തുടങ്ങണമെങ്കിൽ നിങ്ങൾ കുറച്ച് താരങ്ങൾ, അവരെ കേന്ദ്രീകരിച്ചുള്ള വലിയ കാര്യങ്ങൾ, ഈ ദിലീപ് ചെയ്തു എന്ന് പറയാം, ദിലീപിലേക്ക് ഫോക്കസ് ആവുന്ന കാര്യങ്ങൾ എത്തുകയും ഈ പൊതുജനത്തിലെ ഒരു വിഭാഗം ഈ രീതിയിൽ ദിലീപിന് തിരികുകയും ചെയ്തതിൻ്റെ കാര്യം എന്താണ്? ഡ്രൈവർമാരടക്കമുള്ളവരെ ഗ്രൂപ്പ് തിരിച്ച് പുറത്താക്കുക, ഇത്തരത്തിലൊരു മാഫിയ പ്രവർത്തനം നടത്തുക. അത് ദിലീപ് തുടങ്ങി വെച്ചു എന്നല്ല പറയുന്നത്. ഇങ്ങനെ ഒരു സംവിധാനം സിനിമയിലുണ്ട്. അതൊരു മാലിന്യമാണ്. ആ വിമലീകരണം നടക്കണ്ടേ? ആ മാലിന്യത്തെ തുടച്ചു മാറ്റണ്ടേ? ഈ സംഭവ വികാസങ്ങൾ അതിനുതകും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ആദ്യം എനിക്ക് പറയാനുള്ള, ബാബു സാറിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു സാധാരണ കേസിൽ പോലും പെടാതെ കഴിഞ്ഞ 25 വർഷമായി സിനിമയിൽ നിൽക്കുന്ന, സംസ്ഥാന അവാർഡ് അടക്കം വാങ്ങിയിട്ടുള്ള ഒരു നടനെ അയാളൊരു ബോൺ ക്രിമിനലാണ് എന്ന് പറയുന്നത് വളരെ ക്രൂരമാണ് എന്നാണ് എനിക്ക്. പക്ഷേ ഇത്ര ഏറെ സംസ്ഥാന അവാർഡ് നേടിയ ഒരു നടനെ ഒരു തെളിവുമില്ല. നിങ്ങളൊക്കെ പറയുന്നത് പോലെ കാറ്റ് വീശി ബാക്കിൽ പൾസർ സുനിയെ കണ്ടു എന്നാണ് പ്രിജി വക്കീൽ പറയുന്നത്. അങ്ങനെ ബാക്കിൽ പൾസർ സുനിയെ കണ്ടു, അത്രയ്ക്ക് ദുർബലമായ ചില കാര്യങ്ങളാണ്. അങ്ങനെ ദുർബലമായ കാര്യത്തിന്റെ പുറത്ത് ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു താങ്കൾ കരുതുന്നുണ്ടോ? ചരിത്രമുണ്ട്. സുമൻ എന്ന് പറഞ്ഞ മഹാനായ നടൻ, ആ നടനെ അറസ്റ്റ് ചെയ്തു. ഇതുപോലെ കൊണ്ടുവരുന്ന 10ലധികം ചിത്രങ്ങൾ പെട്ടിയിൽ നിന്ന് റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന സമയത്താണ് അവസാനം എന്ത് സംഭവിച്ചു? കേസിന് ആ കേസ് വെറുതെ വിട്ടു എന്ന് പറഞ്ഞതുപോലെ വ്യക്തമായ തെളിവുകൾ ഇപ്പൊ നമ്മൾ ഈ ചർച്ചയൊക്കെ ചെയ്യുമ്പോൾ പോലീസിന്റെ CD ഫയലിൽ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഏത് എക്സ്റ്റെന്റ് വരെ പോയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഇപ്പൊ പുറത്തു വന്ന മാധ്യമങ്ങളിലൂടെ വന്ന ചെറിയ ചില പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാം ഈ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരാളിനെ അങ്ങ് അധോലോക ചക്രവർത്തി അങ്ങനെയാക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേറൊരു ചാനലിൽ ചർച്ച പങ്കെടുത്തപ്പോൾ അവിടെ റിട്ടയർഡ് SP പറഞ്ഞു, കൗശലക്കാരനായ വേഷം ചെയ്യാൻ ഇയാൾ ഭയങ്കര മിടുക്കനാണ്. ആ കൗശലം
അയാളുടെ ജീവിതത്തിലുണ്ട്. അത് അയാളുടെ സിനിമാ മേഖലയിലുള്ള ശത്രുക്കളാണ് പറയുന്നത്. അല്ല, അതാണ് ബോൺ ക്രിമിനൽ എന്ന് പറയുന്നതിന്റെ പിന്നിൽ അദ്ദേഹത്തെ സൂചിപ്പിച്ച ആധാരം അതാകാം. എങ്കിൽ അതിന് മറുപടി പറയാണ്. ഈ പറയുന്ന ഒരു സൂപ്പർ താരം ഇപ്പൊ മമ്മൂട്ടി, അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ കാരവാനും അദ്ദേഹത്തിന്റെ കാറും ഓടിക്കുന്ന ഡ്രൈവർമാർ ഒഴിച്ച് വേറെ ഒരാളെയും നമുക്ക് അറിയണമെന്നില്ല. അത് മോഹൻലാൽ ആയാലും ശരി, ജയറാം ആയാലും ശരി, ദിലീപ് ആയാലും ശരി, അവരാരും അറിയണമെന്നില്ല. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും മാത്രം അറിയേണ്ട കാര്യമാണ്. പിന്നെ ഇതിലൊരു ലൂപ്പ് ഹോൾ എവിടെയെന്ന് ചോദിച്ചാൽ അതിപ്പോൾ തിരുത്തുമെന്ന് തോന്നും. കാരണം പ്രൊഡ്യൂസർമാരൊരു പുതിയ തീരുമാനം എടുത്തു. ഡ്രൈവർമാരുടെ ഭയങ്കര ബോറന്മാരായ കുറേ ഡ്രൈവർമാർ ഇതിലുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഗോകുലം പാർക്ക് എന്ന് പറഞ്ഞ ഹോട്ടലിൽ കമലിനെ വിളിക്കാനായിട്ടൊരു കാർ അയച്ചു. അവൻ റിസപ്ഷനിൽ ചെന്നിട്ട് പറഞ്ഞു കമലിനെ വരാൻ പറയും. അപ്പോൾ റിസപ്ഷനിൽ നിന്ന് വിളിച്ച് കമലിനോട് പറഞ്ഞു. അദ്ദേഹം ഡ്രസ്സ് ചെയ്യാൻ എന്തോ ഒരു 5 മിനിറ്റ് താമസം എടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് ആളാകാതെ ചെയ്യാനൊന്നും പറ്റില്ല എന്ന് കാറിലത്തെ ലൊക്കേഷനിലേക്ക് പോയി ഡ്രൈവർ. മുമ്പൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ കമൽ ആരാണെന്ന് അയാൾക്ക് അറിയില്ല. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് മുമ്പ് എങ്ങനെയെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് പാതിരാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് സുകുമാരി ചേച്ചിയെ ഊട്ടിയിൽ എത്തിക്കണമെങ്കിൽ ഒരു പ്രൊഡക്ഷൻ മാനേജർ പോലും കൂടെ പോണ്ട, ഈ ഡ്രൈവർ കൃത്യമായി ഊട്ടിയിൽ എത്തിക്കുമായിരുന്നു. അതായിരുന്നു ഒരു കാലം. ഇപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ ഈ പഴയ കാലം സിനിമയുടെ പ്രതാപത്തിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന ആ മാറ്റമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ യൂണിയൻ കാർഡ് ഇല്ലാത്തത് തന്നെ 3 വണ്ടി പ്രൊഡ്യൂസർക്ക് വയ്ക്കാം ലൊക്കേഷനിൽ ഓടാനായിട്ട്. അവരൊരു പുതിയ തീരുമാനം എടുത്താണ്. ഞങ്ങളുടെ 3 വണ്ടി ഉണ്ടാവും. ആ 3 വണ്ടിയുടെ ഡ്രൈവർക്ക് ഒരു കാർഡോ അയാൾ എവിടെ നിന്ന് വരുന്നെന്നോ എങ്ങു പോകുന്നോ ഒന്നും അറിയേണ്ട കാര്യമില്ല. ഇതിൽ എനിക്ക് സംശയം, ഈ പറഞ്ഞ ഇവൻ ഈ കഴിഞ്ഞ കുറേ കാലഘട്ടമായി 8 വർഷമായി സിനിമയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് അവന് കാർഡില്ലാത്ത ഡ്രൈവറിലേക്ക് ചുരുക്കണ്ട. അല്ല, ഡ്രൈവറല്ല ശ്രീ ശാന്തിവിള ദിനേശൻ. അതായത് നോക്കൂ, കൊച്ചി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ്, അതുമായി ബന്ധപ്പെട്ട പണം, അതുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായ കൊട്ടേഷൻ വർക്കുകൾ, സാംസ്കാരിക മേഖല ഞങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിന് അപ്പുറത്തേക്ക് പോയിരിക്കുന്നു. കൊച്ചിയെ തന്നെ മലിനമാക്കിയിരിക്കുന്നവർ. തന്നെ മണ്ണ്, മണല്, കഞ്ചാവ്, ഈ മയക്കുമരുന്നുകൾ, അധോലോകം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതിനകത്ത് ഗ്രൂപ്പൊന്നുമില്ല. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗുണ്ട ഉണ്ടായ നാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗുണ്ട കേരളത്തിൽ. ചർച്ച തുടരുമ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് ഈ KSFDC ഒക്കെ വഴി തീർച്ചയായും ഇത്തരത്തിലൊരു വലിയ സാധ്യത സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ശുദ്ധീകരണത്തിന് ഉണ്ട്. അതായത് ഇവിടെ ഇന്ന് നടക്കുന്നത് ചില പ്രത്യേക കോക്കസുകൾ, ഒരുപക്ഷെ ദിലീപ് ഉണ്ടാക്കിയതായാലും ഇന്ന് ദിലീപ് റൺ ചെയ്യുന്നതായാലും ആയ ഒരു വലിയ കോക്കസ്, അതിൻ്റെ പിന്നിൽ ഇപ്പോൾ ന്യൂ ജനറേഷനായി എത്തിയ കഞ്ചാവുകൾ, പഴയ ജനറേഷൻ്റെ കാലത്തിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിലുള്ളവരുടെ ആ ഗ്രൂപ്പാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മയക്കുമരുന്നെന്നും ദിലീപ് ഇത് പെട്ടതും നേരത്തെ ഒരു നടൻ, പുതിയ നടൻ പെട്ടല്ലോ, ആ ഗ്രൂപ്പ്. അങ്ങനെ 2 ഗ്രൂപ്പിൻ്റെ സൂചനയാണ് ശ്രീ ശാന്തിവിള നൽകിയത്. അതൊക്കെ പോട്ടെ. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ സിനിമാ മേഖല വേദിയാകുന്നതിന് ഒരു സർക്കാർ തല ഇടപെടൽ അനിവാര്യമല്ലേ? അതിനിവിടെ സംവിധാനങ്ങളുണ്ടല്ലോ. വേണ്ടതാണ്. ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങളിലൂടെ ആയിരിക്കും ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ട് എന്ന് സർക്കാർ കരുതുകയും മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള മെത്തേഡുകൾ ഭാവിയിൽ സ്വീകരിക്കുകയും ചെയ്യാം. ഞാനിവിടെ പറഞ്ഞല്ലോ, ഇയാളൊരു ബോൺ ക്രിമിനലാണ്. വെറുതെ ഒരു വാക്ക് പറയുന്നൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ രംഗത്തും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരു ക്രിമിനൽ മൈൻഡിൻ്റെ പ്രവർത്തനമുണ്ട്. അതാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുക, ഒരാളങ്ങോട്ട് പോയപ്പോൾ എല്ലാ സംഘടനകളും പുറത്താക്കി. ആ പുറത്താക്കൽ ശരിയില്ല എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഭരണഘടനാപരമായി ചെയ്യാൻ പറ്റില്ല, ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഓരോറ്റയാളും പിന്തുണയ്ക്കാൻ കഴിയാത്തതിൻ്റെ കാര്യം അവർക്കൊക്കെ ഓരോ ദുഃഖകഥ ഇയാളുമായിട്ട് ബന്ധിപ്പിച്ച് പറയാനുണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? വളരെ കാൽക്കുലേറ്റഡായി തൻകാര്യം നോക്കിയെടുക്കാനുള്ള വൈഭവം അതുണ്ടാകുന്നത് കഴിവല്ല സാർ. ഒരു ആക്ടർ എല്ലാ അർത്ഥത്തിലും ആക്ടർ തന്നെയായിരിക്കും. ആക്ടർക്ക് ഒരു മിലിയുണ്ട്. അയാൾ അഭിനേതാവ് എന്ന നിലയ്ക്ക് നിൽക്കുന്ന ഒരു മിലിയുണ്ട്. മോഹൻലാലിനുണ്ട്, മമ്മൂട്ടിക്കൊക്കെ ഉണ്ട്. ആ മിലിയുവിന് പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കും, സഞ്ചരിക്കുമ്പോൾ ആളെ കാണുമ്പോൾ ശ്രദ്ധിക്കും, ഒരു സുഹൃത്തിനെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കും. കാരണം അവരുടെ അടിസ്ഥാനപരമായ ഒരു നടനാണ്. ആ നടന്റെ മിലിയുവിനപ്പുറത്ത് പോയി വസ്തു കച്ചവടം, വഴക്ക്, ബഹളം, പെണ്ണിനെ അധിക്ഷേപിക്കുക, ഈ തരം ക്രിമിനൽ ബുദ്ധികളിലൂടെ ഒരാൾ സഞ്ചരിക്കുന്നത് അയാളുടെ അനിവാര്യത കൊണ്ടാണ്. എന്തിനാണ് ഈ നടിയെ ആക്രമിക്കേണ്ടി വരുന്നത്? പൾസർ സുനിക്ക് ഇയാൾ അല്ലെങ്കിൽ വേറൊരാൾ സിനിമയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ വരുന്നത് ഒരു അനിവാര്യത മൂലമാണ്. അവരെ ആക്രമിച്ചാൽ ഇയാൾക്ക് എന്തോ ലാഭമുണ്ട്. അങ്ങനെ ആക്രമിക്കുന്ന ലാഭങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു രീതി എല്ലാ ബന്ധങ്ങളിലും ഈ ചെറുപ്പക്കാരൻ നിലനിർത്തിയിരിക്കുന്നു. അതാണ് എന്റെ പ്രശ്നം. അല്ലാതെ ജൈവപരമായ നിരീക്ഷണത്തിന്റെ
ഫോറൻസിക് പരിശോധനയാണ്. തീർച്ചയായും അതിന്റെ സ്വഭാവ ഭാഷകൾ ഇതുവരെയും ദിലീപ് ഇത്രയേറെ കുലുങ്ങിയിട്ടില്ല. ചിരിച്ചുകൊണ്ട് കൈ കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇതൊക്കെ അതിനെ സാധൂകരിക്കുന്നതാണോ? 10 സെക്കൻഡ് കൊണ്ട് ദയവായി പറഞ്ഞാൽ. അല്ലാതെ നമ്മുടെ മലയാളിയുടെ ഒരു വലിയൊരു കുഴപ്പമുണ്ട്. അതായത് വളരെ കഷ്ടപ്പെട്ട് താഴ്ചയിൽ നിന്ന് ഒരാൾ ഉയർന്ന സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും പ്രശസ്തനുമൊക്കെ ആയിക്കഴിഞ്ഞ ഒരാൾ വളരെ പെട്ടെന്നൊരു വീഴ്ചയിലേക്ക് വരികയാണെങ്കിൽ വളരെ പെട്ടെന്നാണ് മലയാളി അയാളെ തള്ളിക്കളയുകയും വീണ്ടും ചവിട്ടി താഴ്ത്താനും ശ്രമിക്കുന്നത്. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പൊ ദിലീപ് അനുഭവിച്ചത്. ദിലീപും പണ്ടത് ചെയ്തിട്ടുണ്ട്. ദിലീപ് മാത്രമല്ല, നമ്മൾ സിനിമാ മേഖല മാത്രം പരിശോധിക്കേണ്ട, പത്രപ്രവർത്തകരുടെ മേഖല പരിശോധിക്കുക, സാഹിത്യകാരന്മാരുടെ മേഖല പരിശോധിക്കുക. ആ എല്ലാ സ്ഥലങ്ങളിലും ഈ തരത്തിൽ അടിച്ചമർത്തലുകളില്ലേ? രാഷ്ട്രീയ മേഖല പരിശോധിക്കുക. ഏത് മേഖലയിലാണ് പുരുഷ മേധാവിത്വം ഉണ്ട്. അതാ, ഏത് മേഖലയിലാണ് മാലിന്യം ഇപ്പോൾ കണ്ടെത്താൻ അവസരം. ഇത് ഈ മാലിന്യം സാഹിത്യത്തിൽ കണ്ടെത്തണ്ടേ, പത്രപ്രവർത്തകരുടെ കണ്ടെത്തണ്ടേ, അഭിഭാഷകരുടെ ഇടയിൽ കണ്ടെത്തണ്ടേ, നിയമപാലകരുടെ കണ്ടെത്തണ്ടേ? ഈ തെറ്റുകൊണ്ട് താങ്കൾ ന്യായീകരിക്കും. അല്ല, എന്നല്ല ഞാൻ പറഞ്ഞു. ഈ ഒരു ഫിനോമിനൻ നമ്മുടെ മലയാളികളുടെ മൊത്തത്തിൽ സാമൂഹ്യ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. ദയവായി, അതായത് ഈ കേസിന്റെ ഗതി എങ്ങോട്ടേക്കായിരിക്കുമെന്ന് വളരെ ചുരുങ്ങി താങ്കൾക്കൊന്ന് നിരീക്ഷിക്കുക. ഇതുവരെയുള്ള തെളിയിക്കണമെങ്കിൽ ഈ നമുക്ക് അക്യൂസിറ്റേറിയൽ സിസ്റ്റമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതായത് ഈ പ്രോസിക്യൂഷനാണ് ഇതിന്റെ ബാധ്യതയെല്ലാം കിടക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ എല്ലാവരും വിളിച്ച് ചോദ്യം ചെയ്യുന്നു, മൊഴിയെടുക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പോലീസ് പോകുന്നത് ആ മിസിൽ ലിങ്ക്, അതായത് ഈ പൾസർ സുനിയും ദിലീപും തമ്മിലുള്ളതായ ഗൂഢാലോചന തെളിയിക്കുവാനായിട്ടുള്ള അതൊക്കെ പോലീസിന്റെ പക്കലുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാം. കാരണം സത്യം ചെരുപ്പിടുന്നതിന് മുമ്പ് തന്നെ കള്ളം ലോകം മുഴുവൻ ചുറ്റിവരുമെന്നാണ് ചർച്ചിൽ പറഞ്ഞത്. തീർച്ചയായും അതിന്റെ എല്ലാ സാധ്യതകൾ എല്ലാ പക്ഷങ്ങൾക്കും ഉണ്ട്, വാദിയുടെയും പ്രതിയുടെയും പക്ഷങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടാതെ നിഷ്പക്ഷതയിൽ ഒരു കാര്യം, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. എന്തായിരുന്നാലും പെൺകുട്ടിക്ക് നീതി ലഭിക്കണം, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതെ തന്നെ. തീർച്ചയായും നാളെ കോടതിയിലേക്ക് ദിലീപിന്റെ ജാമ്യാപേക്ഷയും പോകുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.